നമസ്കാരം. അഖിൽമാരാനെ കുറിച്ച് പറയാനാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനും അഖിലുമായി പരിചയപ്പെടുന്നത് റിപ്പോർട്ടർ ടി വിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ചാനൽ ചർച്ചയ്ക്ക് വേണ്ടിയാണ് അഖിലിനെ ഞാൻ വിളിക്കുന്നത്. ആദ്യ ചർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും ആദ്യം ചാനൽ ചർച്ചയ്ക്ക് എത്തുന്ന എൻ്റെ ഒരു കോള് സ്വീകരിച്ചുകൊണ്ടാണ് അഖിൽ വരുന്നത്. പിന്നീട് ചാനൽ ചർച്ചയിൽ ഒരു തിരക്കിൻ്റെ കാലഘട്ടത്തിലേക്ക് പോയപ്പോഴും എപ്പോൾ ഫോൺ വിളിച്ചാലും എടുക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. ബിഗ് ബോക്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ ഫോൺ ചെയ്തപ്പോൾ ആരുടെയും ഫോൺ എടുക്കാതിരുന്ന സമയത്തും രാത്രി 11:30 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് എന്നോട് കുറേ സംസാരിക്കുകയും അഭിനന്ദനത്തിന് നന്ദി പറയുകയും ചെയ്തു. വീണ്ടും ഇത്തരമൊരു നമ്മൾ പുതിയ പ്രസ്ഥാനം ഞങ്ങൾ തുടങ്ങിയപ്പോൾ നിഷാദും ഞാനും ചേർന്ന് പുതിയ പ്രസ്ഥാനം മൂവി വേൾഡ് മീഡിയ തുടങ്ങിയപ്പോൾ അഖിൽമാരാരെ ഒരു ഇൻ്റർവ്യൂ വേണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. അഖിൽമാരാനെ വിളിക്കുകയും നേരിട്ട് തന്നെ സംസാരിക്കുകയും ചെയ്ത് അങ്ങനെ ഒരു ദിവസമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാരാർ ഷോ എന്ന് പേര് വിട്ടിരുന്നു. മാരാർ ഷോയ്ക്ക് എല്ലാ പ്രേക്ഷകർക്കും വെൽക്കം. അഖിൽ, സ്വാഗതം. നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല അല്ലേ? എനിക്ക് തോന്നുന്നു അഖിലിനെ ഈ പറഞ്ഞ ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി വിളിക്കും. പിന്നീട് ആ കോവിഡ് സമയത്ത് എൻ്റെ ഒരു ഷോയ്ക്ക് ലൈവായിട്ട് വന്ന് സൂമിലാണ് വരുന്നത് അല്ലേ? അഖിൽമാരാണ് മൊത്തം മാറ്റി ഇല്ലേ? എല്ലാം എഴുതി വെച്ചതുപോലെ ജീവിതം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ചാനൽ ചർച്ചകൾ പോലും അങ്ങനെ അവിചാരിതമായിട്ടാണ് വരുന്നത്. സിനിമ പിന്നെ ഫസ്റ്റ് ചാനൽ ചർച്ച അറിയാമെന്നല്ലോ, നമ്മൾ വൈറലാകുന്നൊരു ചാനൽ ചർച്ച ഉണ്ടായിരുന്നല്ലോ, അതിലും അവിചാരിതമായിട്ട് ലക്ഷദ്വീപ് വിഷയത്തിലെ ചർച്ചയിൽ വരുന്നു. അത് പ്രഫുൽ ബോഡ പട്ടേൽ എന്ന് വിളിച്ചത് അപ്പൊ പറഞ്ഞൊരു വാക്ക് ഓർക്കുന്നുണ്ടോ? പ്രഫുൽ ബോഡ പട്ടേൽ അദ്ദേഹത്തിന്റെ ഞാൻ പേര് പറഞ്ഞപ്പോൾ അത് പിന്നീട് ഭയങ്കര ബാബുന്നോ ശശിന്നോ വിളിക്കാന്നാ പറഞ്ഞു അല്ലേ? അത് ഭയങ്കര കൈയിട്ട് രമണെന്നോ ഗോപാലെന്നോ വിളിക്കാതെ അത് ഗംഭീരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. പിന്നീട് ചാനൽ ചർച്ചകളുടെ ഒരു കാലഘട്ടമായിരുന്നു അല്ലേ? തുടക്കം മുതൽ അഖിലിനെ സംബന്ധിച്ചിടത്തോളം എന്തും തുറന്നു പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലേ? തുറന്നു പറയും, ആരെയും ഭയപ്പെടാതെ തൻ്റെ എഴുത്ത് ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിൽ കൃത്യമായി സത്യമുള്ള വിഷയങ്ങളിൽ ആരെയും ഭയമില്ലെന്ന് പറഞ്ഞാൽ പേടിയൊന്നുമില്ല. സത്യമുള്ള വിഷയങ്ങൾ തുറന്നു പറയാം, അത് ആരെയും ഭയപ്പെടാതെ. അത് സോഷ്യൽ മീഡിയ നമ്മളെ ഒരു ആയുധമാക്കി എടുത്ത വ്യക്തിയാണ്. വളരെ പുച്ഛത്തോടുകൂടി ബിഗ് ബോസിനെ തള്ളിപ്പറഞ്ഞൊരു വ്യക്തി അല്ലേ? ഭയങ്കര പുച്ഛമായിരുന്നു. ആ പുച്ഛിച്ചത് ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനല്ല. അത് പലരും ഇതിനകത്ത് ബിഗ് ബോസിനകത്ത് വെച്ച് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പം നമുക്കിപ്പോൾ അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങൾ കാണും. ഞാനിതിനകത്ത് വളരെ സറ്ററിക്കലി ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഭഗവത്ഗീത എന്ന പുസ്തകം, അപ്പം ഒരാളിത് വായിക്കാതെ വേറൊരാൾ പറയുകയാണ് എന്താണ് ഇതും പരിപാടി. അത് അർജുനൻ വെറുതെ പുള്ളിയുടെ അച്ഛനെയും അമ്മയും ബന്ധുക്കളെയും ഗുരുക്കന്മാരെയൊക്കെ കണ്ടിട്ട് യുദ്ധം ചെയ്യുന്നില്ല എന്നറിഞ്ഞ് മാറിയിരുന്നപ്പോഴത്തേക്ക് ആ കൃഷ്ണൻ പറഞ്ഞു കൊടുത്ത് അളിയ യുദ്ധം ചെയ്യാൻ, എല്ലാത്തിനെയും തട്ടാൻ. അതുകൊണ്ട് അർജുനനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ പറഞ്ഞു കൊടുത്ത പരിപാടിയാണ്. മര്യാദയിരുന്ന അർജുനനെ വഴിതെറ്റിച്ച ആളാണ് കൃഷ്ണൻ എന്ന് വേണമെങ്കിൽ ഭഗവത്ഗീത അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. പക്ഷേ അത് അങ്ങനല്ല എന്നും തൻ്റെ കർമ്മത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം 64,000 ശ്ലോകങ്ങൾ ചൊല്ലിക്കൊടുത്തത് എന്തിനാണെന്നും തിരിച്ചറിയണമെങ്കിൽ ആ പുസ്തകം വായിക്കണം. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കാത്ത ഒരുവന് തെറ്റിദ്ധരിക്കപ്പെടാം, ഏതായാലും എന്ത് കാര്യത്തിലായാലും. അല്ലാതെ കൃഷ്ണനെ യുദ്ധം ചെയ്യിക്കാൻ ചാരാൻ മേടിച്ച് കൊടുത്താൽ പോരെ, അന്ന് ഉണ്ടല്ലോ, സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില വിഷയങ്ങളുണ്ടാവും, ചില കാര്യങ്ങളുണ്ടാവും, ചില മനുഷ്യരുണ്ടാവും. ചിലപ്പോൾ നമുക്ക് അയാളെക്കുറിച്ച് അറിയുന്ന ചില പർട്ടിക്കുലർ കാര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കും. അത് അത്തരത്തിൽ ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് അറിഞ്ഞിരുന്നത് ചില ആൾക്കാർ കാണിച്ച പുറത്തുള്ള ചില ആക്ടിവിറ്റീസുകളിലൂടെയും അല്ലാതെയൊക്കെ മാത്രമാണ് ഞാൻ ഈ ഷോയെ കണ്ടത്. ടിപ്പിക്കലി ഞാനൊരു TV പ്രേക്ഷകനല്ല. എനിക്കിപ്പം സീരിയലായാലും കാര്യം ഞാൻ വീട്ടിൽ ഈ കഴിഞ്ഞ ഒരു 10-14 വർഷമായിട്ട് ഒരു 6 മണി മുതൽ 11 മണിയുള്ള സമയത്തൊന്നും ഞാൻ വീട്ടിലേ ഇല്ല. ഞാൻ 12 മണിയൊക്കെ വീട്ടിൽ കയറാൻ അതുകൊണ്ടിട്ട് ഒരു പ്രോഗ്രാമും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ബിഗ് ബോസും കണ്ടിട്ടില്ല. പിന്നെ ആകെ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന കുറേ ഇഷ്യൂസാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ കരുതി ഇതിങ്ങനെ കുറേ ടോക്സിക് പരിപാടികൾ ഇപ്പോൾ ഈ ഷോയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇങ്ങനെങ്കിലുമൊക്കെ ശ്രദ്ധ പിടിച്ച് പറ്റുക, ഇതൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം ഈ ഒരു വിഷയം വരുന്നു, വൈറലാവുന്നു. ബിഗ് ബോസിലെ തന്നെ മറ്റൊരു താരവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ക്ലാഷ് സോഷ്യൽ മീഡിയ നടക്കുന്നു. അതെ. അപ്പോൾ റോറിങ് വാരിയർ എന്ന് ഞാൻ തമാശയ്ക്ക് പിന്നീട് പറയുകയും ചെയ്തു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ കുറേ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ അഖിൽമാരാർ ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടാകും. അപ്പം തന്നെ ബിഗ് ബോസിലോട്ട് വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഹരീഷ് ഏഷ്യാനെറ്റിലുള്ള അവൻ്റെ ഒരു സുഹൃത്തിനോട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, ഇതിനൊക്കെ ബിഗ് ബോസിൻ്റെ ഓഡിഷനൊക്കെ കഴിഞ്ഞോ? അപ്പോൾ ഞാൻ ഇതൊന്നും ഇവൻ എന്നോട് പറയുന്നൊന്നുമില്ല. അപ്പോൾ ഇവൻ എന്നിട്ട് പറഞ്ഞുവിടാ, ഞാൻ നീ ബിഗ് ബോസിലോട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ ഏഷ്യാനെറ്റ് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം സോഷ്യൽ മീഡിയയിൽ പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഫുൾ കമൻറ്റ്. യവൻ കയറി കഴിഞ്ഞാൽ ഇവനെ ഫസ്റ്റ് ആഴ്ച പോയേക്കണം, മറിച്ചതമാടെ കൂടെ ഫുള്ള് തെറി. അപ്പോൾ എനിക്ക് ഭയങ്കര വാശിയായി. അതല്ല, എനിക്ക് പിന്നെ ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കണം. അപ്പം കയറണമെന്നുള്ള ചിന്ത എനിക്കും വരുന്നു. പിന്നെ ഓക്കെ, എന്നാൽ ഇനി കയറണം. അപ്പോഴത്തേക്ക് ഓഡിഷനെല്ലാം കഴിഞ്ഞു, ഇതിൻ്റെ കംപ്ലീറ്റ് ഓഡിഷനും പ്രോസസ്സ് അവസാനിച്ചു. അപ്പം പിന്നെ എനിക്ക് കയറണമെന്നുള്ള വാശി. അപ്പോഴത്തേക്ക് എന്നെ അതിൽ കയറ്റില്ല എന്ന് പറഞ്ഞ് വേറെ കുറേ പേർ പുറത്ത്. അഖിൽമാരാരെ ഇത്തവണ ബിഗ് ബോസിൽ എടുക്കാതിരിക്കാനുള്ള പണി ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും ആര് ബിഗ് ബോസിൽ വരണമെന്നൊക്കെ ചില ടോക്സൊക്കെ എൻ്റെ ചെവിയിൽ വന്നപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് എനിക്ക് വാശിയായി.
അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെതിരെ ആൾക്കാർ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് എനിക്ക് ഭയങ്കര ത്രില്ല് വരുന്നത്. അപ്പോൾ എന്നാൽ കയറണം, 7 ദിവസത്തിനുള്ളിൽ എന്നെ പുറത്താക്കുമെങ്കിൽ ഇതിനകത്ത് കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണ്, ആ വാശിയിലാണ് ഞാൻ കയറുന്നത്. പക്ഷെ കയറി അകത്ത് ചെന്നപ്പം എടാ ഈ പരിപാടി എനിക്കറിയില്ല എൻ്റെ മോൾ ഷൈൻ എന്ന് പറയുന്ന ലോകോത്തര കമ്പനിയാണ്, അത്രയും വലിയ കമ്പനിയാണ് ഇത് നടത്തുന്നതെന്ന്. ഞാൻ പണ്ട് സൂര്യ ടി വിയിലൊരു പ്രോഗ്രാം ഇല്ലായിരുന്നു, മലയാളി ഹൗസ് എന്ന്. അപ്പോൾ അതിൽ GS പ്രദീപ്, രാഹുൽ ഈശ്വർ ഇവരൊക്കെ അവരൊക്കെ പോവുകയും ഇവർക്കൊക്കെ, അതായത് പ്രദീപേട്ടനെ കണക്കുള്ള ആൾക്കൊക്കെ കുറച്ച് നെഗറ്റീവ്സൊക്കെ പിന്നീട് വരികയും ചെയ്തു. എൻ്റെ ധാരണ അങ്ങനെയൊക്കെയുള്ളൊരു നോർമൽ TV പ്രോഗ്രാം എന്തിനാണ് പോയിട്ട്, എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ പറയുകയും ചെയ്തു, അഖിലേ വെറുതെ ഇതിനകത്തൊക്കെ പോയിട്ട് അഖിലിൻ്റെ ഇത് കളയല്ലേ, കാര്യം നമ്മളെ അവർ കാണുന്നത് വേറൊരു പ്രൊഫൈലിലാണ്, ചാനൽ ചർച്ച അങ്ങനെയുള്ള പരിപാടികൾ. അപ്പോൾ ഞാനും ആദ്യമൊക്കെ വിചാരിച്ചത് ഇങ്ങനത്തെ പരിപാടിയാണെന്നാണ്. പക്ഷേ പിന്നീടാണ് ഇതിൻ്റെ ഒരു വലിപ്പം ഞാൻ അറിയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആണിത്. അവിടെ ചെന്ന് ഇതിൻ്റെ ഞാൻ അകത്തിരുന്നോണ്ട് ആലോചിക്കും, ദൈവം ഇതുവരെ എങ്ങനെ ഈ പരിപാടി നടത്തിക്കൊണ്ട് പോകണം. അതൊരു മഹാത്ഭുതമാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു മനുഷ്യൻ്റെ ഇമോഷൻസിനെ ഏതൊക്കെ പീക്ക് വരെ കൊണ്ടുപോകുമോ അവിടെ പിടിച്ചു നിൽക്കുന്നവൻ എവിടെയും പിടിച്ചു നിൽക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ആ ഷോ ഗംഭീര ഷോ ആണ്. ഇപ്പം എനിക്ക് കിട്ടുന്ന ഇഷ്ടം എന്താ, എന്നോടുള്ള ഇഷ്ടം മാത്രമല്ലല്ലോ, ഈ ഷോയോടുള്ള ഇഷ്ടമാണ്. നമുക്ക് ഒരു സിനിമാ മേഖലയിൽ നിന്ന് ഒരാൾക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ജനറൽ നോളജ് വല്ലതാണ്? ജനറൽ നോളജ് വല്ലതാണ്? നമുക്ക് മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് എന്ന പരിപാടിയിൽ നമ്മുടെ ഇടയിൽ നിന്നും, അതായത് സിനിമാക്കാരുടെ ഇടയിൽ നിന്നും പങ്കെടുത്തവരിൽ ഒരാളാണ് സംവിധായകനായ അഖിൽ മാരാർ. എനിക്കറിയാവുന്ന വ്യക്തിയും കൂടിയാണ്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ആഴ്ചകളിലും സിനിമകൾ കാണുന്ന വ്യക്തിയാണ് അഖിൽ. അപ്പം ഈ 100 ദിവസം ഈ ബിഗ് ബോസിനുള്ളിൽ സിനിമകളൊന്നും കാണാതെ എങ്ങനെ ഒരു പുറത്തെ കാര്യങ്ങളൊന്നും അറിയാതെ അവിടെ കഴിഞ്ഞുകൂടാനായിട്ട് പറ്റി? നിന്നെ കണ്ടു കഴിഞ്ഞാൽ, നിന്നോട് സംസാരിച്ചാൽ അറിയാം നീ ഇതിനപ്പുറവും ചാടിക്കിടന്നവനാണ് ഈ KK ജോസഫ് എന്ന് പറയുന്നത് പോലെ. പക്ഷെ എന്നാലും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, എങ്ങനെയാണ് നീ അവിടെ 100 ദിവസം സിനിമകളൊന്നും ഇല്ലാതെ കഴിഞ്ഞുകൂടി വിജയശ്രീയിലെ ആളിതിനായി പുറത്തേക്ക് വന്നത്? നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോയി ഇടികൊണ്ടിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇടികൊടുമ്പോഴത്തേക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ചാടണം, അതിനെന്ത് ചെയ്യാമെന്നുള്ള ചിന്തയായിരിക്കും നമുക്ക് ഫസ്റ്റ് വരുന്നത്. അതേപോലെ ഇതിനകത്തേക്ക് ചെല്ലുമ്പം സത്യമാണ്, ഞാൻ എല്ലാ ആഴ്ചയിലും തിയേറ്ററിൽ മാത്രം പോയി പടം കാണുന്ന ആളാണ്. OTT പോലും സിനിമകൾ അങ്ങനെ കാണുന്ന ആളല്ല. പക്ഷേ ഇതിനകത്ത് ചെന്ന് രണ്ടാമത്തെ ദിവസത്തെ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ ഭാര്യ മക്കളെയും പോലും മറന്നു പോവാണ്. മൈൻഡിലേക്ക് ഞാൻ രാത്രിയിൽ കിടക്കുമ്പോൾ എന്താണ് ഇവരുടെ മുഖം എന്നൊക്കെ ചിന്തിക്കാൻ. എനിക്ക് പക്ക ഗെയിം എന്ന് പറയുന്നൊരു സാധനത്തിലേക്ക് നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയി. ഇവിടെ കാരണം ഞാൻ ചിന്തിച്ചു തുടങ്ങി, കേരളത്തിൽ ഇത്രയും 3.5 കോടി ജനത കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഞാനിവിടെ പരാജയപ്പെട്ടാൽ ആത്യന്തികമായിട്ട് പരാജയപ്പെടുന്നത് ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി, എൻ്റെ സുഹൃത്തുക്കൾ, എന്നെ വിശ്വസിക്കുന്നവരെല്ലാവരും പരാജയപ്പെടുകയാണ്. ഇവിടെ വിജയിച്ചാൽ നേരെ തിരികെയും ചെയ്യും. അതുകൊണ്ട് ഒക്കെ മറക്കണം. ഇവിടെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം മനസ്സിലേക്ക് വന്നു. വേറെ എല്ലാം കട്ട് ഓഫ് ചെയ്യാണ്. പിന്നെ ഒന്നും ഓർമ്മയില്ല. മൊബൈൽ, ഇപ്പം സിനിമ മാത്രമല്ലല്ലോ, നമുക്ക് മൊബൈലില്ലാണ്ട് ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഫുൾ ടൈം ഇത്ര സജീവമായിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അകത്ത് ചെന്നു. പിന്നെ ഷിജു എന്ന് പറയുന്ന ഒരാൾ അവിടെ അകത്തുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ആശ്വാസമായി. കാരണം സിനിമ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു. സിനിമയെക്കുറിച്ച് മാത്രമായിരുന്നു ഞങ്ങൾക്കിടയിലുള്ള ആദ്യ കാലങ്ങളിലുള്ള ചർച്ച. അതുകൊണ്ട് സിനിമ മനസ്സിലൊരു സൈഡിലിടുകയും ഇപ്പുറത്തൊരു സൈഡിൽ ഗെയിമിലേക്ക് എപ്പോഴും അങ്ങനെയാണ്. എനിക്കെന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യത്തിലേക്ക്, ഇപ്പം നിങ്ങൾക്കൊരു ബെസ്റ്റ് ഉദാഹരണം ഞാൻ ഗെയിമിലെ കാര്യം പറയാം. എൻ്റെ 2ാമത്തെ ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നു. ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ മിഥുൻ ജയിക്കണമെന്നാണ് ഹൗസിൽ എല്ലാവരുടെയും ആഗ്രഹം. കാരണം 4ാമത്തെ വീക്കാണ്, ഞാൻ ഓൾറെഡി ഫസ്റ്റ് വീക്ക് ക്യാപ്റ്റനായി. അപ്പം 1ാമത് ക്യാപ്റ്റനാണ്, വീണ്ടും ക്യാപ്റ്റനാകുന്നതുകൊണ്ട് ഹൗസിൽ പലർക്കും താല്പര്യവുമില്ല. അപ്പോൾ എല്ലാവർക്കും മിഥുന് സപ്പോർട്ടാണ്. ഈവൻ എൻ്റെ അടുത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ശ്രുതി പോലും ഞാൻ പോയിട്ട് ഇല്ല ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേളിൽ നിന്ന് നോക്കി. അപ്പോൾ ശ്രുതി പെട്ടെന്ന് അവിടെ കിടന്നു, അഖിലേട്ടാ മേളിൽ കയറി നിൽക്കലെന്ന് പറഞ്ഞു. ഞാൻ പൊടിയിട്ട് അവിടെ കൊടുത്തു, അവിടെ ചേർത്ത് വിടാവുകയും ചെയ്തു. ഞാൻ ബസറൊന്നും അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം തുടങ്ങി ഇവർ മേളിൽ കിടന്ന് കംപ്ലീറ്റ് ആൾക്കാർ മിഥുന് ചെയ്യി വിളിക്കുന്നു. ഒരാളും ആകെ ശ്രീചേട്ടൻ, വിഷ്ണു സൈലൻ്റായിട്ട് നിൽക്കുന്നു. ശ്രീചേട്ടൻ മാത്രമാണ് സപ്പോർട്ടെന്ന് പറഞ്ഞ് മേളിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാവരുടെയും വോയിസ് എനിക്കെതിരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ ഗെയിമിൽ ജയിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വോയിസിനെ കട്ട് ഓഫ് ചെയ്തേ പറ്റൂ. എൻ്റെ ചെവിയിലേക്ക് വോയിസ് കയറ്റാൻ പറ്റത്തില്ല. ഞാൻ ആ നിമിഷം മൈൻഡ് ഫോക്കസ് ചെയ്തു. ആ വോയിസ് ഞാൻ കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്തു. അവിടെ പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ സാധനം കൊണ്ട് നേരെ ചെന്നിട്ട് വഴിതെറ്റി വേറെ തടിക്കൊണ്ടിട്ടു. ഇടണ്ടാ തള്ളിയിട്ടത്. അപ്പം മേളിൽ നിന്ന് ഇപ്പോൾ ശ്രീചേട്ടൻ പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം വിളിച്ചു പറഞ്ഞു അഖിലേ നീ എങ്ങോട്ടായി പോലെ. അവർ വിളിച്ചു പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നില്ല. കാരണം അവർ നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും എനിക്ക് കേട്ടാൽ, ഞാനൊരു കഥയും പറഞ്ഞിട്ടുണ്ടല്ലോ, കിണറ്റി കിടക്കുന്ന തവള കയറി വരുന്ന കഥ. അപ്പം ചില സമയത്ത് നമ്മൾ ചിലത് കട്ട് ഓഫ് ചെയ്യണം. അങ്ങനെ കട്ട് ഓഫ് ചെയ്ത് കളിച്ചിട്ടാണ് ഞാൻ ആ ടാസ്ക് ജയിച്ചത്. അല്ലെങ്കിൽ എനിക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ അതേ കണക്ക് ഇതിനകത്തേക്ക് വന്ന സമയത്ത് എല്ലാം ഞാൻ കട്ട് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു. അതിലാണ്. എന്നിട്ട് ഈ 70ാമത്തെ ദിവസം ഫാമിലി വരും, ഇങ്ങനെ ഒരു പരിപാടി പണ്ട് ഹിന്ദിയിലൊക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഇവരിങ്ങനെ 2ാമത്തെ ആഴ്ച ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ വരല്ലേ. അവർ വൺസ് വന്ന് എൻ്റെ മനസ്സിലേക്ക് ഇവർ വന്നാൽ പിന്നീട് ഞാൻ ഇവിടെ എങ്ങനെ സർവൈവ് ചെയ്യുന്നു വീണ്ടും ഒരു പേടി അന്നേ വന്നു. അന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം
ഫോക്കസ് ഒരിടത്തേക്ക് കൊടുത്തു. അർജുനൻ എന്നോട് പണ്ട് അമ്പ് ചെയ്ത സമയത്ത് മറ്റേ ഇതിനകത്തോട് നോക്കാൻ പറഞ്ഞില്ലേ, അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു, വേറെ ഒന്നും നോക്കണ്ട. അത് തന്നെ ഗെയിമിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തപ്പം നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ലിസ്റ്റിൻ കൃത്യമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. ആ ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. കാരണം നമ്മളെല്ലാവരും പുറത്തുനിന്ന് വിചാരിക്കും നമുക്ക് എങ്ങനെ മൊബൈലിൽ ഇല്ലാണ്ട് ഒരു അരമണിക്കൂർ വീട്ടിൽ ചുമ്മാ മാറ്റി വെച്ചിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ടാസ്ക് ആക്ച്വലി ഇവർ ക്യാരവാനിൽ തന്നെ കയറ്റിയപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. കാരണം തലേ ദിവസം ക്യാരവാനിൽ കയറിയിട്ട് ഒരു 5 മണിക്കൂർ ഒരാളോട് പോലും മിണ്ടാതെ എനിക്കിതേ കണക്ക് പാണി വേറെയില്ല. എന്നെ ഏറ്റവും കൂടുതൽ ശിക്ഷിച്ചാൽ ഇങ്ങനെ ശിക്ഷിക്കാനേ പറ്റൂ. ഞാൻ ഈ ക്യാരവാനിൽ അവസാനം ഞാൻ ചെയ്ത പണിയെന്ന് പറയുമോ, അവിടെ ഈ മറ്റേ ഞാൻ താമസിച്ച ഹോട്ടലിൻ്റെ കീ ഒക്കെ കിടപ്പുണ്ടായിരുന്നു, ഇത് കാർഡ്, ഇതിരുന്ന് ഒടിച്ച് കളിച്ച് ഓരോന്നിരുന്ന് വലിച്ചു കീറി മൊബൈലും ഇല്ല, ഒന്നുമില്ല, മനുഷ്യരും ഇല്ല, അതിനകത്ത് ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പം ഞാൻ ചിന്തിച്ചേട്ടാ, ദിലീപേട്ടനൊക്കെ ജയിലുകൾ എൻ്റെ അമ്മ ഒരു മനുഷ്യനൊക്കെ ഒരു താര എന്താ പറയുന്ന അങ്ങനെ നിന്നിട്ട് അല്ലെങ്കിൽ ഇത്രയും മനുഷ്യർക്കിടയിൽ ജീവിച്ചിട്ട് ശ്രീശാന്ത്, ദിലീപേട്ടൻ ഇവരൊക്കെ എങ്ങനെ സർവ് ചെയ്ത് ദൈവമേ എന്തോ ഞാൻ അതിനകത്ത് എപ്പോഴും ചിന്തിക്കും. അല്ല അവിടെ കൂട്ട ആളുകളുണ്ടല്ലോ. അല്ല എന്നാലും നമുക്കിപ്പോൾ ബിഗ് ബോസിനകത്ത് ഒന്നുമില്ലെന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ രണ്ടുപേരും ഞാൻ ചിന്തിച്ചതാ. ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ ചിന്തിക്കും. പറയുമ്പോൾ വലിയ എളുപ്പം ജയിലിൽ ഞാനും ചിലപ്പോൾ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എടുക്കടാ കേസ്, ഞാൻ ജയിലിൽ പോയി കിടന്നോളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലേ എൻ്റെ അമ്മ പെടും. അപ്പൊ ലിസ്റ്റിൽ ഇത് ബിഗ് ബോസ് കാണുന്ന ഒരാളാന്നുള്ളതാണ് അതിന്റെ തെളിവാണ് ഓരോ കാര്യങ്ങളും. ലിസ്റ്റിനെ സംബന്ധിച്ചോളം ഇത്തരം ഒരു കാര്യങ്ങൾ ആലോചിച്ചായിരിക്കും ഈ പറഞ്ഞതെന്നുള്ള കാര്യത്തില്ല. എനിക്ക് തോന്നുന്നു ഈ അഖിൽമാരാണ് ചില സമയത്ത് ചൂടാകൽ അവിടെ വലിയ രീതിക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നാട്ടിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഉണ്ട് പിന്നെ അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അടി ഉണ്ടായിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് അല്ലേ? തലയൊക്കെ അടിച്ച് പൊട്ടിച്ച് 10-12 സ്റ്റിച്ച് ഒക്കെ ഉണ്ട്. പണ്ട് ദുൽഖർ സൽമാൻ നാട്ടിൽ വന്നപ്പോൾ അന്ന് യൂത്ത് കോൺഗ്രസ്സുകാരനാണ്. അല്ല അന്ന് എനിക്ക് പാർട്ടി ഇല്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ട അഖിലിൽ പോരാ കോട്ടൊക്കെ ഇട്ടാണ്, സൂട്ടും കൂട്ടൊക്കെ. അതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു വലിയ സ്വകാര്യ മാൾ അവിടെ വരുന്നു. ആ മാളിൻ്റെ ഓണർ എൻ്റെ വളരെ അടുത്ത ഒരു ജ്യേഷ്ഠ സഹോദരനാണ്, സുഹൃത്തെന്നൊക്കെ പറയാം, എന്നാലും ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം. അപ്പം അവർ മസ്കറ്റിലെ വലിയ ബിസിനസ്സുകാരാണ്. അവർക്ക് കൊല്ലത്ത് 2-3 മാൾ വേറെ ഉണ്ട്. അപ്പോൾ കൊട്ടാരക്കരയിൽ മാൾ വന്ന സമയത്ത് എൻ്റെ അടുത്ത് 2015 പറഞ്ഞു, ഇവിടെ അത് തന്നെയാണ് മൊത്തം ഏൽപ്പിക്കാൻ പോകുന്നത്, മൊത്തം കാര്യങ്ങൾ നീ നോക്കിക്കോണം. അങ്ങനെ അതിൻ്റെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ പരിപാടിയെല്ലാം നമ്മൾ തന്നെയാണ് നോക്കിയത്. അതുകൊണ്ടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്കറിയാം. എനിക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷനെ കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട്. കാര്യം ഇത്രയും വലിയൊരു 10-80,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള മാളിൻ്റെ ഫുൾ പരിപാടി നമ്മൾ തന്നെ നോക്കിയത്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞു, ഇനാഗുറേഷൻ വന്നു. ദുൽഖറിനെ ഫസ്റ്റ് അതായത് നമ്മൾ വിക്രത്തിനെയാണ് ആദ്യം കോൺടാക്ട് ചെയ്തത്. അപ്പം വിക്രോട് വിക്രത്തിൻ്റെ മാനേജറോട് ഞാനാണ് ആദ്യം സംസാരിക്കുന്നത്. അപ്പം പുള്ളി അന്ന് 1 CR ആണ് ചോദിച്ചത്. അപ്പം പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞു, അപ്പം ഞാനാണ് പറയുന്നത് സാറേ നമുക്ക് ദുൽഖർ നോക്കാൻ കാര്യം, ദുൽഖർ വന്നാൽ നമുക്ക് നല്ല ക്രൗഡ് പുള്ളിങ് ഉണ്ടാവും. അങ്ങനെ പുള്ളി പറഞ്ഞു ഓക്കെ നീ ഇത് നോക്കുന്നു. ഞാൻ ദുൽഖറിനെ നമ്മളാണ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ദുൽഖർ USA-ലാണ്. പക്ഷേ അന്ന് ഈ ക്യാഷിൻ്റെ ഒരു കാര്യത്തിലൊരു ചെറിയ എമൗണ്ടിൽ ഇങ്ങനെ നിന്നപ്പം വേറൊരു കോർഡിനേറ്റർ, ഒരു സെലിബ്രിറ്റി കോർഡിനേറ്റർ വഴി ദുൽഖർ വരുന്നു, പരിപാടി പങ്കെടുക്കുന്നു. അപ്പോൾ നമ്മൾ തന്നെ ഫുൾ ഇൻചാർജ്. അതുകൊണ്ടാണ് എനിക്ക് സ്റ്റേജിൽ ഞാൻ നിൽക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ കോട്ടിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ശരി, ലാലേട്ടനോട് ചോദിച്ചായിരുന്നു ഇതിന് മുമ്പ് ഇങ്ങനെ സ്യൂട്ട് ഇട്ടിട്ടുണ്ടോ. അപ്പോൾ അന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പരിപാടിക്ക് നിന്നപ്പോൾ ആക്ച്വലി നിങ്ങൾ ഈ സ്റ്റേജിൽ കണ്ട ഇൻസിഡൻറ്റ് അല്ലാതെ അത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഈ വീഡിയോ ആരോ പുറത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി അത് സത്യമാണ്. പക്ഷെ അതിനെക്കാട്ടിയും എൻ്റെ മനസ്സിൽ ഹേർട്ടായ ഒരു വിഷയം അതിനകത്ത് നടന്നായിരുന്നു. ഇത് എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല. കാര്യം സ്റ്റേജിൽ അങ്ങനെ സെൽഫി എടുക്കാൻ വന്നപ്പോൾ എന്നെ ഒരാൾ പിടിച്ച് തള്ളിയെന്ന് എനിക്ക് അങ്ങനെ ഹേർട്ടായില്ല. പക്ഷെ അകത്ത് വെച്ച് ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്തായിരുന്നു. കാര്യം ഇവരുടെ ഒരു മമ്മൂക്കയുടെയും ദുൽഖറിൻ്റെ ഒരു മെയിൻ ബോഡി ഗാർഡ് പുള്ളിയുണ്ട്. പുള്ളിക്കകത്ത് ഞാൻ വന്ന സമയത്ത് അപ്പം നമ്മൾ മാളിൻ്റെ മെയിൻ ആളാണല്ലോ. അപ്പോൾ ഇത് ഇവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഇവർ ഈ പുള്ളി എന്നെ പിടിച്ച് വലിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി ചൂടായി വരുന്നത്. കാരണം വെളിയിൽ നിന്ന് വന്ന ഫാൻസ് അല്ല, ഇത് മാളിൻ്റെ തന്നെ ഫുള്ള് കാര്യങ്ങൾ നോക്കുന്ന ആളാണ് ഞാനെന്നുള്ള രീതിയിൽ ഞാൻ പുള്ളിയോട് തിരിച്ചു ചൂടായി. അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആളെ ഇവനെ എൻ്റെ ബോഡി ഗാർഡ് ആക്കണമെന്നുള്ള ഒരു ചിന്തയൊക്കെ അന്നേരം ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അവനെ കണ്ടെത്തിയ ബോഡി ഗാർഡ് ആക്കണ്ട നമുക്ക്. അല്ല അദ്ദേഹം എനിക്കൊന്ന് മമ്മൂക്കയുടെ അതൊക്കെ അങ്ങനെ തമാശയായിട്ട് പറഞ്ഞാണ്. മനസ്സിലേക്ക് ബോഡി ഗാർഡ് വേണമല്ലോ. അങ്ങനെ ബോഡി ഗാർഡൊന്നും വേണ്ട, ആൾക്കാർ സ്നേഹിക്കുകയല്ലേ. അല്ല ഇപ്പൊ എത്ര പേരുണ്ട്? സെക്രട്ടറി ഉണ്ട്, മാനേജർ ഉണ്ട്, എങ്ങനെയൊക്കെയാണ്? അത് എനിക്ക് ഭയങ്കര ആക്ച്വലി പലരും പേരെയും ഭയങ്കര ഓർമ്മയുള്ള ആളാണ്. എനിക്ക് നല്ല മറവിയുള്ള ആളാണ് ഞാൻ. അല്ല നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച വിഷയങ്ങൾ എനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. ഇപ്പോൾ അല്ലാണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു കല്യാണത്തിൻ്റെ കേസ് പറഞ്ഞാലോ അല്ലെങ്കിൽ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലോ ഞാൻ പെട്ടെന്ന് മറന്നു പോകും, പേര് മറന്നു പോകും പെട്ടെന്ന്. ഞാൻ 6 വർഷം പിള്ളേരെ പലതായിട്ട് പഠിപ്പിച്ചതാണ്. എനിക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനോട് ഈ അടുത്ത് ഞാൻ വെച്ച് പേരെന്തെന്ന് ചോദിച്ചു. അതിൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ചത്. അവന് ഈ അടുത്ത് ഞാൻ ബിഗ് ബോസിൽ പോയപ്പോൾ അവനോട് ആരോ എനിക്ക് ഓട്ടിയോട് വെച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു ആ തെണ്ടി എന്നോട് ഇപ്പോഴത്തെ പേരെന്ത്. കാരണം എനിക്ക് പലരെയും ഇങ്ങനെ അവിടെ ഇവിടെയും കണ്ട് കുറേ വർഷമായിട്ടോ അവിടെ 10 വർഷത്തിന് ശേഷം കാണുന്നത്. അപ്പോൾ കണ്ട് കുറേ സമയം സംസാരിച്ച് ഞാൻ ചോദിച്ചത് നമ്മൾ തമ്മിൽ എവിടെ വെച്ചാൽ പരിചയം മറവിയുണ്ടല്ലേ? അത് അറിയില്ല, തൈറോയിഡിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നതാണോ. നമ്മുടെ ഈ ലൈബ്രറി പോലല്ലേ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറേ സാധനങ്ങൾ അടുക്കി വെച്ച് കഴിയുമ്പോൾ നമ്മളിതിനെ
റീകളക്ട് ചെയ്യുന്നില്ലല്ലോ. കുറേ സാധനങ്ങൾ മറന്നുപോയി, കുറേത് ഓർമ്മയുണ്ട്. അത് ഓർമ്മയുള്ളത് ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ട്, ചിലത് മറന്നു പോകും. അതുകൊണ്ടൊക്കെയാണ് ഈ മാനേജറേയും സെക്രട്ടറി പ്രിൻസിനെയൊക്കെ വെച്ചേക്കുന്നത്. അത് അവരെ കൊടുത്തു, കാരണം അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അവർക്കൊക്കെ ശമ്പളം കൊടുക്കണ്ടേ? അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള വരുമാനത്തിലേക്ക് എത്തിയില്ല ഇപ്പം നമ്മൾ. കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് എത്ര മേടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? അല്ല, പെട്ടെന്ന് നമുക്ക് വർക്ക് പിടിക്കാൻ നടത്താം, എനിക്കും പിടിക്കാമല്ലോ. അങ്ങനെ എത്ര മേടിക്കാം? 10 ലക്ഷമൊക്കെ മേടിക്കാം അല്ലേ? നിങ്ങൾ തന്നോ മേടിക്കാം. ഏറ്റവും കുറഞ്ഞ എത്രയാന്ന് പറയുന്നത്? റേറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു 3 ഉദ്ഘാടനം ഫോൺ കോളിൽ വിളിക്കാം. ഫോൺ കോളിൽ വിളിച്ച് നമ്മൾ ഉദ്ഘാടനം ഇപ്പം തരുന്നതായിരിക്കും. നമുക്കൊരു പ്രേക്ഷകനൊരു കാര്യം ചോദിക്കാണ്ട് വന്നു, അവരോട് ചോദിച്ചാൽ മതി. ഞാൻ ഈ ഷോ ഫുള്ളായിട്ട് കാണുന്നതാണ്. എനിക്ക് അഖിൽമാരാരെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എൻ്റെ ഒരു നാട്ടുകാരനാണ് കൊട്ടാരക്കര. ഞാൻ കൊട്ടാരക്കര ഗണപതി ഭഗവാനെ സ്ഥിരം കാണാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. ഈ ഷോയിൽ വരുന്ന സമയത്ത് എനിക്ക് അഖിൽമാരാരെ പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പ്രോഗ്രാം കണ്ടു തുടങ്ങിയതിന് ശേഷം പുള്ളിയുടെ ഒരു മൈൻഡ്, ആ ഒരു ഗെയിമിനോട് എടുക്കുന്ന ആ ഒരു മൈൻഡും പുള്ളിയുടെ ഒരു ഗെയിം പ്ലാനിങ്, പുള്ളി ആ ഒരു ഗെയിം കൊണ്ടുവരുമ്പോൾ തന്നെ അത് അതിന് മുമ്പ് കൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ എന്ത് പറയുന്നത്, അതെങ്ങനെ അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കണമെന്ന് വരെ പുള്ളിയുടെ മൈൻഡിൽ സെറ്റായി. ഇപ്പം എനിക്ക് പുള്ളിയോട് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശോഭയ്ക്ക് സെക്കൻഡ് കിട്ടുമായിരുന്നുണ്ടെങ്കിൽ പുള്ളി പുള്ളിക്ക് അത് ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ ശോഭ 2ാം സ്ഥാനത്ത് വന്നിരുന്നുവെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? ശോഭ 2ാം സ്ഥാനത്ത് വരരുത് എന്ന്, അല്ലെങ്കിൽ വന്നാൽ എനിക്കിട്ടും വർക്കല്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം, എനിക്ക് ശോഭയെക്കാട്ടിയും അർഹതയുള്ളവരോടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മെയിൻ കാരണം. കാരണം ഇത് ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് എന്ന് പറഞ്ഞ വന്നൊരു ഷോയാണ്. അപ്പം അങ്ങനത്തെ ഒരു ഷോയിൽ എനിക്കൊട്ടും ശോഭയുടെ ബിഗ് ബോസ് ഹൗസിനകത്തുണ്ട്, എനിക്ക് അവരുടെ പുറത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു ഗെയിമർ എന്ന നിലയ്ക്ക്, ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയ്ക്ക് എനിക്ക് ഒരിക്കലും വർക്കല്ല, ഒരു ഒറിജിനൽ എന്ന നിലയിൽ വർക്കല്ല. പലതും ആക്ട് ചെയ്യുന്ന കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ട് പലതും ആക്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളുടെ കൂടെ ഞാൻ നിൽക്കുമ്പോൾ പിന്നെ ഞാൻ നമ്മൾ ആരെയാണ് പരാജയപ്പെടുത്തേണ്ടത്? എപ്പോഴും നമുക്ക് ഇപ്പം ഒരു സിനിമ എപ്പോഴും സൂപ്പർ ഹിറ്റ് ആവുന്ന വില്ലൻ ഗംഭീരമാകുമ്പോഴാണ്. ഇപ്പോൾ റാവുത്തർ ഉണ്ടായത് കൊണ്ടാണ് അപ്പുറത്ത് സ്വാമിക്ക് വില വരുന്നത്, അല്ലെങ്കിൽ കിരിക്കാടൻ ജോസാണ് സേതുമാധവൻ്റെ ഹൈപ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഏത് സിനിമ മരക്കാറാണ് നരസിംഹ മന്നാടിയാർക്ക് ഹൈപ്പ് കൊടുക്കുന്നത്. എപ്പോഴും അപ്പുറത്ത് വില്ലൻ ഭയങ്കര സ്ട്രോങ് ആവണം. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു വില്ലനെ വേണം, ഒരു നായകൻ അടിച്ചിടും വേണം. അപ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്ത് ആരെയാണോ തോപ്പിക്കുന്നത്? ഇപ്പം ഞാൻ ഇതൊക്കെ തന്നെയാണ് കാര്യം. എനിക്കറിയാം പുറത്തിറങ്ങുമ്പോൾ എന്നോട് വരുന്ന ചോദ്യങ്ങൾ. ഇപ്പോൾ റിനോഷ് ഔട്ടായ സമയത്തും ഞാൻ ചിന്തിച്ചത്, ഈവൻ റിനോഷെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ്, അവനിപ്പം ഒരു ഭയങ്കര ഗെയിമറൊന്നും അല്ലെങ്കിൽ കൂടിയും ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളാണല്ലോ, അയാളെ അപ്പം ഈ ഫൈറ്റ് നടക്കുന്ന പുറത്തല്ലേ, ജനങ്ങളും അഖിൽമാരാരുടെ കണ്ടന്റും മറ്റുള്ളവരുടെ കണ്ടന്റും തമ്മിലാണ് ഫൈറ്റ്. ഞാനല്ല അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന നല്ല നിമിഷങ്ങളും എന്നിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന മോശവും മറ്റുള്ളവരുടെ നല്ലതും ഒക്കെ തമ്മിൽ പുറത്ത് നടക്കുന്നത് ചർച്ച, കണ്ടന്റുകൾ തമ്മിലുള്ള അടിയാണ്. ഈ അടിയിൽ ഞാൻ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എനിക്കറിയാം എൻ്റെ കണ്ടന്റുകൾ തന്നെ കയറി നിൽക്കുമെന്ന്. അതാണ് ഞാനെന്ന് പറയുന്ന ഡയറക്ടർ അതിന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ കോൺഫിഡൻസും ഇത് കാണിച്ചത്. ശോഭയുടെ കാര്യത്തിൽ പലപ്പോഴും എന്നിലൂടെ സംഭവിച്ചിട്ടുള്ള നല്ല നിമിഷങ്ങളാണ് ശോഭയ്ക്കുള്ളത്. ശോഭ പക്ഷേ അതിനെ ഭയങ്കര പകയിലും ക്രെഡിറ്റിലും ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അല്ലാതെ നിങ്ങൾ വലിയ സിറ്റിംഗ് ആയല്ലോ. എനിക്ക് ആരോടും ഒരു കാലത്തും പക തോന്നത്തുമില്ല. അതെൻ്റെ ഒരു ബേസിക് നേച്ചറാണ്. പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് ഓക്കെ എനിക്ക് എന്നോട് വിരോധമില്ലെന്ന് എനിക്ക് സന്തോഷം. കാരണം എനിക്ക് അയാളുടെ വിരോധമില്ലല്ലോ. അപ്പോൾ ശോഭ തന്നെ ഇങ്ങോട്ട് വന്ന് തോളത്ത് കേട്ടിട്ട് പോട്ടറാണ്, സന്തോഷം. പിന്നീട് കഴിഞ്ഞൊരു പരിപാടിക്ക് എന്നെ വിളിക്കുകയും ചെയ്തിട്ട് എന്നോട് ചോദിച്ചു ശോഭ, ചില ശോഭയുടെ അവതാരം ചോദിച്ചു, അഖിലിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അപ്പോൾ ശോഭ പറഞ്ഞു, എന്നോട് ഇപ്പോഴെങ്കിലും പറ. ഞാൻ പറഞ്ഞു ഐ ലവ് യു. അതാണ് പറഞ്ഞത്. പക്ഷേ ഈ കൊല്ലംകാരിയാണ് പറഞ്ഞ ഒരു കാര്യം, എനിക്ക് അഖിൽമാരാൻ ഇഷ്ടമേ അല്ലായിരുന്നു. അങ്ങനെ പക്ഷേ അങ്ങനെ ഒരുപാട് പേരുണ്ട് നേരത്തെ തൊട്ടുണ്ടായിരുന്നു. പിന്നെ ലക്ഷക്കണക്കിന് ഇഷ്ടമല്ലാത്തവരുണ്ടായിരുന്നു. ഇപ്പൊ അവരൊക്കെ ഇഷ്ടപ്പെട്ടു. അവർ അഖിൽമാരെ അല്ല ഇഷ്ടമല്ലാണ്ട്, ഈ നമ്മുടെ പ്രവൃത്തി, അവർക്ക് ഇഷ്ടമുള്ള ചില വിഷയങ്ങളിൽ എൻ്റെ അഭിപ്രായങ്ങൾ അവർക്ക് ഒട്ടും വർക്കല്ലായിരുന്നു. സ്ത്രീകളുടെ വിഷയത്തിൽ കൃത്യമായി ഇപ്പം ഞാൻ ദിലീപേട്ടൻ്റെ വിഷയത്തിൽ ദിലീപേട്ടനെ അനുകൂലിച്ച് സംസാരിച്ച ആളാണ്, വിജയബാബുവിനെ അനുകൂലിച്ച് സംസാരിച്ച ആളാണ്. അപ്പം ഞാൻ അവിടെ മറ്റവരെ എതിർത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പുറത്തെ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു രീതിയിൽ ഒരു മോശമായിട്ടും പറഞ്ഞിട്ടില്ല. ഇപ്പുറത്തെ ആളെ ഞാൻ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അയാൾക്കുടെ സപ്പോർട്ട് മീൻസ് എന്താണ്, എൻ്റെ യുക്തിക്കും എൻ്റെ ചിന്തകൾക്കും എന്താണ് നടന്നത്, അയാളെ കുടുക്കിയതാണോ, ആ മനുഷ്യനെ ഉപദ്രവിച്ചതാണോ എന്നുള്ള എൻ്റെ ചിന്തകളാണ് ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അത് ഒരുപാട് പേർക്ക് അക്സെപ്റ്റബിൾ അല്ല. അങ്ങനെയാണ് ഈ വിവാദങ്ങളും പ്രശ്നങ്ങളും വരുന്നത്. അപ്പോൾ നമ്മൾ മെയിൽ ഷോവിനിസ്റ്റായിട്ട് മാറുന്നത്. പിന്നെ ഇങ്ങനെ കുറേ വിഷയങ്ങൾ വരുന്നു. ഈ വിഷയങ്ങളിലൊക്കെ തന്നെ എൻ്റെ അഭിപ്രായങ്ങൾ പലർക്കും വർക്കാവുന്നില്ല. അങ്ങനെ അതിലൂടെ അവരെന്നെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു. അതേസമയം നമ്മളടുത്ത് സഹകരിച്ച് ഒരു 1.5 മണിക്കൂർ ഇരിക്കുന്ന ആർക്കും ഞാനൊരു കുഴപ്പമില്ല, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്.
അത് അങ്ങനെ ഒരു അഖിലുമായിട്ട് ഇരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാനും. അഖിലുമായിട്ട് മനസ്സിലാക്കി പേഴ്സണലി അറിയുന്ന എല്ലാവരും പറയും. ഇപ്പം ജോജി ചേട്ടൻ എന്തുകൊണ്ടാണ് ഇപ്പം ജോജി ചേട്ടനോട് പലരും പറയുന്നത് അവൻ ആ പയ്യനെ അവന് വലിയ അത്ര വലിയ ഡയറക്ടർ ഒന്നും അല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ? അപ്പം ജോജി പറഞ്ഞു അയാൾ നല്ല മനുഷ്യനാണ്. നേരത്തെ ഇത് തന്നെ പറഞ്ഞത്, ഇപ്പോഴും തന്നെ പറഞ്ഞത്. അഖിലും ജോജുമായിട്ട് അമ്മ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളത് അനുജനാണോ ജ്യേഷ്ഠനാണോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എൻ്റെ മോനെ പോലെയാണ് ജോജു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം അമ്മ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറയാൻ കേട്ടു. നിങ്ങൾ തമ്മിലുള്ള ആത്മാർത്ഥ ബന്ധമാണ് അല്ലേ, ഒരു സിനിമയിൽ തുടങ്ങിയ ബന്ധമല്ല, അതിനപ്പുറത്തേക്കുള്ള ഈ ബന്ധം. ജോജി ചേട്ടനെ കണ്ടെടുത്താ കണ്ടുകൂടായിരുന്നു, അറിയോ? എനിക്കൊന്നും ആ ട്രെയിലർ വയ്ക്കുമ്പോൾ ജോജുമായിട്ട് ഭയങ്കര വഴക്കുണ്ടായി. അല്ലയോ എൻ്റെ പൊന്നെ, ഞാൻ ജോജി ചേട്ടന് നമ്മൾ ആ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പുള്ളി എന്നെ വിളിക്കും, പുള്ളി സിനിമയുടെ കാര്യം സംസാരിക്കും. അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് പുള്ളി അപ്ഡേറ്റഡ് ആയിട്ട് ആളെയല്ല. സാറിന് പഴയ സിനിമയാണ് സാറിൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ ഇത് ആക്ടറായിട്ടുള്ള ജോജു ഇനി വരാൻ പോകുന്ന സിനിമകളെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണ്. ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഞാൻ പെടും. അപ്പം പുള്ളി ഞാനും തമ്മിൽ പ്രശ്നങ്ങൾ വരും. അങ്ങനെ അപ്പം പുള്ളി തന്നെ പറയുന്നുണ്ട് ഇവൻ്റെ സിനിമയിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്മാറിപ്പോയാൽ മതി. പുള്ളി മാനേജരോട് പറഞ്ഞു ആ എങ്ങനെ വർക്ക് ചെയ്യും ഇവനൊരു അങ്ങനെ ഒട്ടും പുള്ളിക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആളെ ആയിരുന്നില്ല ഞാൻ. പക്ഷേ വൺസ് ഞങ്ങൾ വന്നു, ഞങ്ങൾ കാരവാനിൽ കുറച്ച് സമയം സംസാരിച്ചു. അതിനുശേഷം കൊള്ളാം, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ മനസ്സ് പുള്ളി വായിച്ചു തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിടാ പഴയ ഞാനാണ് നീ എന്ന്, പഴയ ജോജുവാണ് എന്ന്. കാരണം അങ്ങേരുടെ ഒരു 31 എനിക്ക് വണ്ടികളോടൊക്കെ ഭയങ്കര ക്രൈസാണ് പുള്ളിക്ക്. ആ പുള്ളി ഒരു സമയത്ത് പുള്ളിയുടെ ലൈഫിൽ പുള്ളി അനുഭവിച്ച സ്ട്രഗിൾ. അപ്പോൾ എൻ്റെ അടുത്ത് പറയും ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ ലൈഫിൽ കേട്ടോ കുറേ ബുദ്ധിമുട്ടിയെന്ന്, ഇത് നീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതാണ് ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ച ഘടകം. പിന്നീട് ഞങ്ങൾ തമാശകളും കാര്യങ്ങളോട്ട് കൂടി ആ മനുഷ്യൻ സിനിമയെക്കുറിച്ച് എന്നെ പഠിപ്പിച്ചു. സിനിമ ഡീറ്റെയിൽ ആവട്ടെ, എന്താണ് പുതിയ സിനിമ. അപ്പം നമുക്ക് ഒരു ഗുരുവായി മാറി പുള്ളി സിനിമ സംബന്ധിച്ച്. തീർച്ചയായിട്ടും ഈ അഖിൽമാരെ വിൻ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണല്ലോ അല്ലേ, ബോംബെ തന്നെ വിൻ ചെയ്തിട്ട് ഇറങ്ങും. പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അഖിലിന് കിട്ടിയൊരു സ്വീകാര്യത വലുതാണ്. ഒരിക്കലും അഖിൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ, ഒരു സ്വപ്നം പോലെയാണ് നടക്കുന്നത് അല്ലേ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയമാണ് ഇപ്പോൾ. അത് പേടി തന്നെയാണ്. കാരണം നമ്മളെ ആൾക്കാർ സ്നേഹിക്കും തോറും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കൊച്ചു തെറ്റ് വന്നാലും ചിലപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം എത്രത്തോളം സ്നേഹിക്കുന്നോ അത്രത്തോളം ചിലപ്പോൾ വെറുക്കും. പണ്ട് എത്രത്തോളം വെറുത്തോ അത്രത്തോളം ഇപ്പോൾ സ്നേഹിക്കുന്നു. ഇപ്പോൾ എത്രത്തോളം സ്നേഹിക്കുന്നോ ചിലപ്പോൾ നാളെ ഒരു പക്ഷേ അങ്ങനെ വെറുത്തേക്കാം. അപ്പോൾ അത് എൻ്റെ സ്വാതന്ത്ര്യത്തെയും പണ്ടൊന്നും ഇപ്പം നിങ്ങളിപ്പോൾ എന്നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾക്കെതിരെ എന്തും പറയാം. പക്ഷേ നിങ്ങൾ എന്നോട് സ്നേഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും എല്ലാ കാര്യത്തിനും. അമിതമായി എൻ്റെ അടുത്ത് കാണിക്കുന്ന സ്വാതന്ത്ര്യങ്ങളെല്ലാം ഞാൻ അനുവദിച്ച് തരേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ പെട്ടെന്ന് വർക്കാവാതെ വരും. അപ്പം കൂടുതൽ ശ്രദ്ധിക്കുക. ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റും. അപ്പം ഭീകരമായ വോട്ടാണ് എനിക്ക് കിട്ടിയത്. ഇപ്പം ഞാൻ എവിടെ ചെന്നാലും എനിക്കത് ഭയങ്കര റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും ഫാമിലിയും അത്രയും കുടുംബത്തെയും അത്രയും മലയാളികൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത്, എന്താണ്. അപ്പോൾ അതാണ് എന്നെ കൂടുതൽ, അതായത് ഉത്തരവാദിത്തങ്ങൾ കൂടി. പഴയതുപോലെ ഒരു സിനിമ എടുത്തൊരു സംവിധാനമായിട്ട് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് അവരെന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വെറും ഒരു എൻ്റർടൈനർ മാത്രമല്ല, നമുക്കൊരു പൊതുബോധമുണ്ട്, അല്ലെങ്കിൽ ഒരു മാനുഷിക മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ അവർ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്കൊക്കെ വരാൻ കഴിയുമോ എന്നുള്ള ചിന്തകളാണ്, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലാണ്ട് ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനങ്ങനെ ഭയങ്കര ആൾക്കൂട്ടങ്ങളെ എൻജോയ് ചെയ്യുന്ന ആളൊന്നുമല്ല ടിപ്പിക്കലി. അല്ല, സിനിമയ്ക്ക് വന്നാലും ഇന്റർവ്യൂ മാറി നിന്നിട്ട് സിനിമ കണ്ടിട്ട് ഇറങ്ങി പോകുന്നതാണ്. വൈറ്റ് കൊടുക്കാൻ പോലും നിൽക്കാറില്ല എന്നുള്ളത് നമുക്കറിയാം. ഞാൻ ഉത്സവങ്ങൾക്ക് പോകാറില്ല. ഞാൻ ഗണപതി അമ്പലത്തെക്കുറിച്ച് ഇത്രയും പറയുമ്പോൾ ഞാൻ ഗണപതി അമ്പലത്തിൽ ഉത്സവത്തിന് പോയിട്ടില്ല. ആലോചിച്ച് നോക്കൂ, ഇത്രയും വർഷമായിട്ട് പോയിട്ടില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കര തന്നെ അടിക്കും. ഞാൻ കൊട്ടാത്തലയിൽ എൻ്റെ നാട്ടിൽ ഉത്സവത്തിനും, എൻ്റെ നാട്ടിൽ നിന്ന് 4 കിലോമീറ്ററാണ് കൊട്ടാരക്കരയ്ക്ക്. മഹാനവതി ഉത്സവം കാണാൻ വേണ്ടി കൊല്ലം ജില്ലയിലുള്ളതും അന്യ ജില്ലയിലുള്ള ആൾക്കാർ വരും. അത്ര വലിയ ഉത്സവമാണ്. പക്ഷെ ഞാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊപ്പം ഇരുന്ന്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പോഴും എൻ്റെ അടുത്ത് എനിക്ക് ഇന്നലെ മാലദ്വീപ്സിൽ പോകാൻ വേണ്ടി ഒരു ട്രിപ്പ് വന്നപ്പോൾ ചോദിച്ചു ഏത് സ്ഥലത്ത് പോകാനാണ് ഇഷ്ടമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു സ്ഥലത്ത് പോകാനും ഇഷ്ടമല്ല, എൻ്റെ കൂടെ ആരുണ്ടോ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഒരു റൂമിലിരുന്നാൽ ആ റൂമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ആ ട്രിപ്പ് ഞാൻ ക്യാൻസലാണ് ചെയ്തത്. ഈശ്വരവിശ്വാസിയാണോ? ക്ഷേത്രവിശ്വാസിയല്ല, ദൈവവിശ്വാസിയാണ്. ഗണപതി അമ്പലത്തിൽ ഞാൻ പോകുന്നത് അത് എനിക്ക് ഭയങ്കര ആനയെ പേടിയുള്ള ഒരാളായിരുന്നു. ഞാൻ ഭയങ്കര അവിടെ ആനയെ ഞാൻ സ്വപ്നം കാണുമായിരുന്നു. അപ്പോൾ രാത്രി ആന വന്ന് എന്നെ തല്ലിക്കൊല്ലുന്നതാണ് എപ്പോഴും കാണുന്നത്. അപ്പം അത് മാറ്റിയത് ഗണപതി അമ്പലത്തിൽ പോയതിന് ശേഷമാണ്. അപ്പോൾ എനിക്ക് തോന്നി ഗണപതി ഞാനും തമ്മിലൊരു ഇൻഡയറക്റ്റ് കണക്ഷൻ എവിടെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. പിന്നീട് ഞാനും എൻ്റെ വൈഫും ആദ്യമായിട്ട് കാണുന്ന ഗണപതി അമ്പലത്തിൽ വെച്ചാണ്. അതായത് കല്യാണത്തിനൊക്കെ മുന്നേ ആരാന്ന് പോലും ഞാൻ അറിയുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടു. പിന്നീടാണ് അവരുടെ അമ്മ എന്നെ കാണുന്നതും സഹകരിക്കുന്നതൊക്കെ. അപ്പം അതിന് മുമ്പേ ഞാൻ ഗണപതി അമ്പലത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരനോട്, ഞാനിനി ആരെങ്കിലും കല്യാണം കഴിച്ചാൽ അത് ഗണപതി കാണിച്ചു തരുമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ സിനിമ എടുത്തപ്പോഴായാലും എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഗണപതിയായിട്ടാണ്. അങ്ങനെ ഗണപതി അമ്പലത്തിൽ പോകും, മൂകാംബികയിലും പോകും. അല്ലാണ്ട് അങ്ങനെ വലിയ ക്ഷേത്രങ്ങൾ. ആന ഭയമാണല്ലേ? ആന ഭയങ്കര പേടിയാണ്. കുട്ടിക്കാലത്ത് ഈ ആന കുറേ പരിപാടി നമ്മുടെ നെഞ്ചത്തൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് അഖിൽമാരാര് ബിഗ് ബോസിൽ നമ്മൾ അരിക്കൊമ്പൻ്റെ വിഷയമൊക്കെ വന്നിട്ട് അറിഞ്ഞല്ലോ. മൂന്നാറിൽ അരിക്കൊമ്പൻ ആനയെ ഫോറസ്റ്റ് വനത്തിലേക്ക് കൊണ്ടുപോയി കോടതി. അതൊന്നും വായിച്ചില്ല അല്ലേ?
ശരിക്കും ഇടപെടേണ്ട ഒരാളായിരുന്നു. ഞാൻ പോയതിനു ശേഷമായിരുന്നു, അതുകൊണ്ടാണ് അറിയാത്തത്. അയ്യോ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. അതുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആനയെ ഇഷ്ടമല്ലല്ലോ, അപ്പം ആനയെ കൊണ്ട് ലോക്കാക്കി ആന ഇഷ്ടമല്ലെന്നാണ്, പേടിയാണല്ലോ. അല്ല നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ജീവിയുടെ ഒരു ഭയമുണ്ടെങ്കിൽ, എന്നെ ഭയപ്പെടുത്തിയിട്ടുള്ള ജീവി ആനയാണ്. അത് കുട്ടിക്കാലത്ത് എന്നെ ഇട്ട് ഓടിക്കുക, എൻ്റെ മുതുകത്ത് മറ്റേ ഈ ഇളക്കിയിട്ടേക്കുന്ന മണ്ണ് പറിക്കുക, കരിക്കെടുത്തെറിയുക, എവിടെങ്കിലും ഞാൻ നിന്ന് എന്നെ ഓട്ടിക്കും പോകുന്നു. വല്ലാത്ത സ്വപ്നമല്ലോ. സ്വപ്നമല്ല, ഇത് റിയലി നടന്നിട്ടുള്ളതാണ്. സ്വപ്നം കാണുന്നതൊക്കെ എന്നെ ഒന്ന് ചവിട്ടി കൊല്ലുന്നതാണ്. ഈ ആനയുടെ അടുത്ത് പോകുമ്പോൾ എന്നെ ഓടിച്ചിട്ടുണ്ട് ആന. എന്നെ ഒരിക്കൽ മറ്റേ ഈ ഉമയനല്ലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്, അവിടുത്തെ ഒരു ഭയങ്കര വലിയ പ്രശസ്തമായ ചടങ്ങാണ് ആനവാൽപ്പിടി എന്ന് പറയും. അപ്പോൾ ഈ ആനവാൽപ്പിടി എന്ന് പറഞ്ഞാൽ ആന കംപ്ലീറ്റ്ലി, ആന ചങ്ങലയൊന്നും കാണത്തില്ല, കംപ്ലീറ്റ്ലി ആനയെ നമ്മൾ ഫ്രീ ആക്കും. കഴുത്തിൽ വടം മാത്രമേ കാണൂ. എന്ന് വെച്ചാൽ കാട്ടിൽ എങ്ങനെയാണോ ഒരു ആന നിൽക്കുന്നത് അങ്ങനെ നിന്നിട്ട് ആന ഓടുകയും ആനയുടെ പുറകെ ആൾക്കൂട്ടം. അപ്പോൾ ആന വാല് പൊക്കി പിടിക്കും. അത് പണ്ട് ഗണപതിയും സുബ്രഹ്മണ്യനും തമ്മിൽ കളിച്ചൊരു കളിയുടെ ഭാഗമായിട്ട് നടക്കുന്നൊരു ചടങ്ങായിരുന്നു. അപ്പോൾ അവിടെ ഈ ആൾക്കൂട്ടം, അപ്പം കടവൂർ രാജു എന്ന് പറയുന്ന കേരളത്തിലെ വലിയ പ്രശസ്തനായ ഒരു ആനയാണ് സ്ഥിരം വരുന്നത്. അതിനെ ഒരിക്കൽ മാറ്റി വേറൊരു ആന വരികയും ആ ഒരു വർഷത്തേക്ക് വേറൊരു ആനയാണ് വന്നത്. അപ്പോൾ ഈ ആനവാൽപ്പിടി സമയത്ത് കംപ്ലീറ്റ് ഇതൊക്കെ കഴിച്ചു. ആന ഓടി ഒരു പർട്ടിക്കുലർ സ്ഥലം കഴിഞ്ഞപ്പോൾ അവർ ഓടി അവസാനിക്കും. പിന്നെ ആന തിരിച്ചു വരും. അത് കഴിഞ്ഞ് വൈകിട്ട് ഈ ആനയെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ വീണ്ടും ഈ ചങ്ങലയൊക്കെ കഴിച്ചപ്പോൾ ഈ പാവം പിടിച്ച് ആന വിചാരിച്ച ആളിയെ വീണ്ടും ഓടിക്കാനുള്ളതാണ്. പുള്ളി ഇറങ്ങി ഓടിക്കളഞ്ഞു. പാപ്പാൻ പറഞ്ഞാൽ പൊന്നുമോനെ ഓട്ടമല്ല, പാപ്പാനും ടീമും പുറകെ. അപ്പോൾ ഞാൻ ഇവിടുന്നാണ് ക്രിക്കറ്റ് കളിയും കഴിഞ്ഞ് ഊടുവഴി കൂടെ വന്ന് കാടിയപ്പോൾ മെയിൻ റോഡിൽ കൂടെ പോയി ആന തിരിഞ്ഞു വരുന്നത്. അത് ഈ 2 ഇടുക്കുള്ള മൺ റോഡാണ്, അപ്പുറം ഇപ്പുറം മൺതിട്ടയാണ്. ഞാൻ സെൻറ്ററിൽ കൂടെ എനിക്ക് മുന്നേ മേടി ചാടിക്കയറും. ഞാൻ കുറേ ഓടി. എൻ്റെ ചെറിയ ആന മതവളി വരുന്നത്, ആന മതവളി വന്നതല്ല ആക്ച്വലി. പക്ഷേ ഞാൻ കുട്ടിയല്ലേ, ഞാൻ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയമാണ്. അങ്ങനെ പേടി തട്ടി. പിന്നെ ആനയുടെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഈ ആന എന്നെ നോക്കുന്ന നോട്ടം കണ്ടാൽ വിചാരിക്കും ഞാനെന്തോ കാശ് മേടിച്ചിട്ട് പുള്ളിക്ക് കൊടുത്തിട്ടില്ല. അമ്മാതിരിയുള്ള ദേഷ്യമോ പുള്ളിയോട് കാണിക്കുന്നത്. എന്നിട്ട് ഈ കരിക്കെടുത്തെറിയുക തന്നെ. അവിടെ എന്തായാലും പിള്ളേർ ആരെങ്കിലും വല്ല കഴിക്കായിട്ട് കൊടുത്താൽ ഞാൻ അതിർത്തി എൻ്റെ നാട് മുറിക്കൊക്കെ എറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓടി. അന്നുകൊണ്ട് ഭയമായിരുന്നു. അതുകൊണ്ട് ആന ഒരു ഭയമുണ്ട്. ഈ അഖിൽമാരൊരു വിൻ ചെയ്തുകൊണ്ട് നാട്ടിൽ ഭയങ്കര സ്വീകരണം അല്ലേ? ഒരു ചെറിയൊരു വിവാദം, അതിന്റെ കൃത്യമായ മറുപടി കൊടുക്കേണ്ട ആൾ കൊടുത്തിട്ടുണ്ട്. അച്ഛനെയും അമ്മയും കാണാൻ പോയില്ല, സ്വന്തം അച്ഛനെയും അമ്മയും കാണാൻ പോയില്ല, നേരെ വൈഫ് ഹൗസിലാണ് പോയത് അല്ലേ? വൈഫിന്റെ അമ്മയും ഉള്ള സ്ഥലത്താണ്. അച്ഛനെയും അമ്മയും കാണാൻ പോയില്ല. അപ്പം അഖിൽമാരൊരു വണ്ടിയുടെ മുകളിൽ നിൽക്കുമ്പോൾ അമ്മയുടെ അടുത്ത്, അമ്മ വീട്ടിൽ പോയി ഞാൻ വരാമെന്ന് പറഞ്ഞ വോയിസ് വരെ ഉണ്ടല്ലേ, അമ്മ വീട്ടിൽ പോകാൻ ഞാൻ വന്ന് കാണാമെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അന്ന് വൈകിട്ട് അമ്മയും അച്ഛനെയും, സ്വന്തം അപ്പനെയും അമ്മയും കാണാൻ പോകായിരുന്നത്? ഞാൻ ആക്ച്വലി ഞാൻ താമസിക്കുന്നത് വൈഫ് വീട്ടിൽ, കുടുംബത്തിലാണ്. ഞാൻ എൻ്റെ ഇപ്പം കുടുംബം എന്ന് പറയുന്നിടത്ത് കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് വല്ലപ്പോഴും പോകുന്നതല്ലാതെ ഇവരെ കാണാൻ പോകുന്നു എന്നുള്ളതല്ലാണ്ട് അങ്ങോട്ട് ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്നത് വളരെ റെയറാണ്. പക്ഷേ ഞാൻ കപ്പുമായിട്ട് വരുമ്പോൾ അവിടുത്തെ നാട്ടിലേക്ക് തന്നെ പോകണം. പക്ഷേ ഇത് 25 കിലോമീറ്റർ റോഡ് ഷോ അടൂരിൽ നിന്ന് തുടങ്ങിയതാണത്. അപ്പം ഞാനത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ കരുതിയത് ഇവരിപ്പോൾ എന്നെ വന്ന് വിളിച്ച് ജസ്റ്റ് അവിടെ ചെല്ലുമ്പോൾ കോട്ടാത്തലയിൽ കുറച്ച് ആൾക്കാർ കാണും, ഇതാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഏനാത്ത് ലാത്തി ചാർജ്, അടി, ബഹളം തൊട്ട് അവിടുന്ന് അങ്ങോട്ട്. കാരണം എനിക്ക് ഇതിൻ്റെ മേളിൽ കയറി നിന്നിട്ട് ഒന്നാമത് എനിക്ക് വയ്യ, എൻ്റെ ഒറ്റക്കാലയിലാണ് നിൽക്കുന്നത്. കാര്യം മേളിൽ കയറി നിൽക്കണമല്ലോ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു കാല് സീറ്റിലും ഒരു കാല് മേളിലും വെച്ചാൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലിലാണ് സ്ട്രെസ്സ് മുഴുവൻ കിടക്കുന്നത്. അത് നിന്ന് മുതുക് വന്നിട്ട് ഇതിൻ്റെ സൺഫ്ലോറിനകത്ത് ഇടിച്ചിടിച്ചിടിച്ച് വേദന. പക്ഷേ വഴിയിലെല്ലാം ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ നമുക്ക് മേളിൽ കയറി നിന്നേ പറ്റത്തുള്ളൂ. താനും ഒന്നിരിക്കും, അപ്പോൾ അപ്പോഴത്തേക്ക് അപ്പുറത്തെ ആൾക്കൂട്ടം. അങ്ങനെ വന്ന് ഇനി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഈ ജനസമുദ്രം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ വണ്ടി എടുക്കാൻ പറ്റാത്ത രീതിയിലാണ്. പിന്നെ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകും? എൻ്റെ വീട്ടിലേക്ക് ആ ജംഗ്ഷനിൽ നിന്ന് പിന്നെ റൈറ്റിലേക്ക് വണ്ടി ഒരു കാരണവശാലും അവിടെ നിന്ന് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ അവിടെ അപ്പോൾ അച്ഛൻ പറയുന്നത് നീ വരാൻ മഹാഭാഗ്യമായെന്ന്. കാരണം വീട്ടിലും കുറേ ആൾക്കാർ. ഒന്നാമത് വീട്ടിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയ വഴിയാണ്, ഭയങ്കരമായിട്ടൊരു ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഞാൻ വന്ന് അതിനകത്ത് വല്ലവരും ഞെരിച്ച് കൊല്ലത്തേ ഉള്ളായിരുന്നു. അപ്പം അവർ തന്നെ അമ്മാൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ പൊക്കോ. അപ്പം ഞാൻ വൈഫ് ഹൗസിലേക്ക് പോകാനല്ല ആക്ച്വലി ചെയ്യുന്നത്. ഞാനിവിടുന്ന് എങ്ങനെയെങ്കിലും വലിയ എന്നുള്ള ലക്ഷ്യമാണ്. എന്നിട്ട് എൻ്റെ പുറകെ വണ്ടി. അവസാനം ഞാൻ ഹരീഷൊക്കെ പറഞ്ഞു അളിയാ ഇവിടെങ്ങാനും നിർത്തി ഫോട്ടോസ് എടുക്കാൻ വന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവസാനം റോഡിൽ നിർത്തി. ആ ഒരു ഹൈമാസ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ നിന്ന് കുറേ ആൾക്കാർ, അതും കുറേ ആൾക്കാർ വന്നു. ഒരു 10-15-20 വണ്ടി ബൈക്കും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി കുറേ സമയം ഇരുന്നു. പിന്നീട് അപ്പോഴാണ് ലക്ഷ്മി വിളിച്ച് പറയുന്നത് ഇവിടെ മീഡിയ ഓൺലൈൻകാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ടെന്ന്. എന്നിട്ട് ഞാൻ കുറേ സമയം രാത്രി 1 മണിക്കോ 1:30. അപ്പോൾ ഞാൻ ഇവരോട് മീഡിയക്കാരുടെ തമാശയ്ക്ക് ചോദിക്കുന്നുണ്ടില്ല, സൊലേ എന്ന് പറയുന്ന സിനിമയിൽ മറ്റേ പാലാഴി കഥാപാത്രം ഉണ്ടല്ലോ, പത്രക്കാരെല്ലാം കൂടെ കൂടിക്കണം. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നടാ നിങ്ങൾക്ക് വീട്ടിൽ പോയിക്കൂടെ, അങ്ങനെ 1:30 പിള്ളേരെ കാണണ്ടേ. പിറ്റേ ദിവസം രാവിലെ ഞാൻ കൊണ്ട് കപ്പ കൊണ്ട് വീട്ടിൽ കൊടുത്തിട്ട് കപ്പ അവിടെ വെച്ചേക്കാണ്. കപ്പ അവിടെ തന്നെ വെച്ചത്. വീട്ടിൽ പോയി വഴങ്ങഞ്ഞും കുടിച്ചാൽ വിട്ടു വന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഞാൻ എൻ്റെ അമകിൽമാരെ അമ്മയ്ക്കൊപ്പം കപ്പുമായി അത് ഫേസ്ബുക്കിൽ വരികയും ചെയ്തു. അഖിൽമാരെ പറഞ്ഞു അങ്ങനെയൊന്നും അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒരു ഫോട്ടോ ഇന്നുവരെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല, ഇതുവരെ ഇട്ടിട്ടില്ല. കുടുംബത്തിനകത്തെ സന്തോഷം അതിനകത്താണ്. ഇത് നാട്ടുകാരെ കാണിച്ചിട്ട് ഞാൻ എൻ്റെ ഭാര്യയെ പോലും ഞാൻ ആകെ എൻ്റെ വായി വന്ന വള്ളി എൻ്റെ പെണ്ണുമ്പിള്ളി അടിച്ചെന്ന് പറഞ്ഞിട്ട് സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു നെഗറ്റീവാണ് പുറത്തു വന്നത്. അല്ലാതെ ഇത്രയും കാലം അവരെ സ്നേഹിച്ചെന്നോ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചെന്നോ ഇതൊന്നും ആർക്കും ചർച്ചയില്ല. പറഞ്ഞ തെറ്റായിപ്പോയെന്ന് തോന്നിയോ പിന്നീട്?
അത് സത്യം പറഞ്ഞാൽ അതങ്ങനെ ഒരു വിവാദമാകുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ഞങ്ങളിങ്ങനെ ഈ കേരളത്തിൽ നടക്കുന്ന ഗാർഹിക പീഡനങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം കാണാറ് മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാനൊരു പ്രശ്നം ഉണ്ടായാലും ഒരു അടി ഉണ്ടായാലും അത് പരിഹരിച്ച് രണ്ടുപേരും തമ്മിൽ സ്നേഹത്തോടെ പോകാനാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. അപ്പം ഞാൻ കുടുംബത്തിനുള്ളിലായാലും ഭാര്യയായാലും ഭർത്താവായാലും അച്ഛനായാലും മക്കളായാലും ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഭയങ്കര ക്ലാഷാക്കിയിട്ട് അടിച്ചു പിരിഞ്ഞ് ഇല്ലാതാക്കി കളയാൻ വളരെ എളുപ്പമാണ്. അപ്പം ഞാൻ പോലും ഒരുപാട് ഗാർഹിക വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അതെ അതെ. അവസാനം 3 മാസം കഴിയുമ്പോൾ ഇവർ ഒന്നിക്കുകയും ചെയ്യും. പരാതി എടുക്കാൻ പോയാൽ അപ്പോൾ അവൻ ഒരുത്തനാടി നിൻ്റെ അടുത്ത് പറഞ്ഞത് നിന്നെ പിരിയാൻ ഡൈവോഴ്സ് ചെയ്യാനാണ്. പിന്നെ ഇവർ നമ്മുടെ ശത്രുവാകുന്ന അവസ്ഥ. ഈ എസ് ഐമാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നകലെ ഇതിൽ ഇടപെടരുത്, ഇവരുടെ ഏറ്റവും വലിയ ശത്രു നമ്മളാവും പരിഹരിച്ച. അപ്പോൾ ഈ മധ്യസ്ഥത വഹിച്ച് എനിക്കതൊരു ശീലമായി. ചേച്ചി അത് അമ്മൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല എന്നൊക്കെ അയാൾ ഇന്നലെ കള്ളും കുടിച്ചിട്ട് വന്നിട്ട് അയാൾ എൻ്റെ മുടിക്ക് കയറി പിടിച്ചടാ അതല്ല ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് പരിഹരിക്കുന്നൊരു രീതിയിൽ അത്രയൊന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ എൻ്റെ ലൈഫിലും പണ്ടിങ്ങനെ നടന്നിട്ടുണ്ട് എന്ന്. അതായത് നമ്മൾ ചിലത് പറഞ്ഞ് പരിഹരിച്ച് എന്ന് കരുതി ഗാർഹിക പീഡനങ്ങളെ ലഘൂകരിച്ച് പറഞ്ഞതല്ല. ചിലയിടത്തൊരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാതെ എൻ്റെ അച്ഛനും അമ്മ വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ പറയും എന്തിനാണ് കിടന്ന് വഴക്കുണ്ടാക്കുന്നത്, 3 ഒന്നിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് വഴക്കുണ്ടാക്കണം, ഇല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്ത് പോകും. ഇത് അച്ഛനോട് അമ്മയോട് ഞാൻ പണ്ടേ പറയുന്നതാണ്. ഞാൻ എൻ്റെ വൈഫുമായിട്ട് സ്ട്രേറ്റ് ടു സ്ട്രേറ്റ് ഒരു കാര്യം പറഞ്ഞ് ഇന്നുവരെ വഴക്കിട്ടിട്ടില്ല. അവളുടെ അച്ഛനും അമ്മയായിട്ടുണ്ടായ വഴക്കിനകത്ത് ഞാൻ അവൾ ചെന്ന് കയറിയപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ്. അത് ഞാൻ ഒരിക്കലും അല്ലാതെ ലക്ഷ്മി അത് ചെയ്യരുത് ഇത് ഒന്നും പറയത്തില്ല. അവൾക്ക് ഇഷ്ടമാണ്. അവൾക്ക് ഞാൻ അവളോട് പറഞ്ഞത് നീ സ്വയം പര്യാപ്തമാവടി, നീ അവളോടനെ പറയുന്നത് ഇല്ല ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവില്ല, ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഞാൻ ജീവിക്കും. ഇത് ഞാൻ പിന്നെ എങ്ങനെ ഞാൻ സ്ത്രീയെ സ്വയം പര്യാപ്തമാക്കും? അവളോട് നമ്മൾ നീ എല്ലാം ചെയ്യുന്ന പറയുന്നത്. മക്കളെ അങ്ങനെ തന്നെ വളർത്തുന്ന. ഇനി നമുക്ക് മറ്റൊരു, ഞാൻ സ്ഥിരമായിട്ട് ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ റോബിനെ പോലെ ആവുമോ അഖിൽ മാരാർ എന്നാണ്. അഖിൽ മാരാരെ കുറിച്ച് നമുക്കറിയാം, സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, റോബിനെ പോലെ ആവുമോ? വലിയൊരു ചോദ്യം കേട്ടോ. എൻ്റെ അച്ഛൻ്റെ പേര് രാജേന്ദ്രൻ പിള്ളാണ്, എൻ്റെ പേര് അഖിൽ മാരായിരുന്നു. അതിൽ കൂടുതൽ മറുപടി ഉണ്ടോ? കൃത്യം മറുപടിയാ. പക്ഷെ ആളുകളുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ് ചോദിച്ചത്. ആർക്കും ആരും ആവാൻ പറ്റില്ല, അതൊന്നാമത്തെ കാര്യം. ഇപ്പം എനിക്കൊരിക്കലും ഹൈദരലി ആവാൻ പറ്റില്ല, ഹൈദരലിക്ക് ഞാനും ആവാൻ പറ്റില്ല. നമുക്ക് മോഹൻലാലിന് മമ്മൂട്ടി ആവാൻ പറ്റില്ല, മമ്മൂട്ടിക്ക് അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യമേ ഒരു ഇതില്ലാത്ത ചോദ്യമാണ്. പിന്നെ ഇങ്ങനെ ചോദിക്കാം, ഒരു സീസണിൽ ഇറങ്ങി അയാൾ പുറത്ത് കാട്ടിക്കൂട്ടിയതുപോലെ നിങ്ങൾ കാട്ടിക്കൂട്ടുമോ? അതായിരിക്കും ഒരു പക്ഷേ ഉദ്ദേശിച്ചത്. ഒരിക്കലും ഇല്ല. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഈ ബിഗ് ബോസിനകത്ത് എന്താണോ ചെയ്തത് ഇത് തന്നെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് അതാണ് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എത്രയോ കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ട് അത് അതേപടി നടന്നിട്ടുണ്ട്. ഇപ്പം മാണി സാറ് മരിച്ച സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, KM മാണി പോയി, ഇനി ജോസ് കെ മാണി എന്ന് പോകുമെന്ന് നോക്കാം LDFലേക്ക്. കൃത്യമായിരുന്നു. BJP കർണാടകത്തിൽ അധികാരത്തിൽ വരുമെന്ന് 1 വർഷം മുമ്പ് ഞാൻ പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിൽ വന്നത് ശേഷം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു 1 വർഷത്തിനുള്ളിൽ BJP അധികാരത്തിൽ വരും. സിദ്ധരാമയ്യ കുമാരസ്വാമി മുഖ്യമന്ത്രിയാവുമെന്ന് ഞാൻ മുൻകൂട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു. അല്ല അത് നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് തോന്നുന്നൊരു ഇല്യൂഷനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കപ്പടിച്ചിട്ടേ പോകുള്ളൂ പറഞ്ഞത്. അത് ബിഗ് ബോസിനകത്ത് കയറി എൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങി, ഇവിടെ ഒരാൾ എന്നെ പരാജയപ്പെടുത്തില്ല, കളിച്ചാരും എന്നെ തോപ്പിക്കില്ല. എന്നെ 2 രീതി തോപ്പിക്കാം. ഒന്ന് സ്നേഹിച്ച് തോപ്പിക്കാം, 2 ചതിച്ച് തോപ്പിക്കാം. ഈ 2 രീതിയിലല്ലാതെ സ്ട്രേറ്റ് ടു സ്ട്രേറ്റ് കളിച്ച് എന്നെ ഒരാൾ തോപ്പിക്കില്ല. അത് ഞാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ അതാണ് ബിഗ് ബോസ് എങ്കിൽ അത് സ്ട്രേറ്റ് ആയിട്ടുള്ള. അപ്പോൾ അതാണ് ഞാൻ ഈ ഗോപിക അല്ലെങ്കിൽ ഇവരൊക്കെ ഹനാൻ ഇവരൊക്കെ കുറച്ച് അല്ലാതെ കുറേ ആക്ടിവിറ്റീസൊക്കെ കാണിച്ചു. അത് വർക്കാവുകയും ഇവർ നിലനിൽക്കുകയും ചെയ്താൽ അഖിൽമാരാർക്ക് പിന്നെ ബിഗ് ബോസിൽ സ്പേസ് ഇല്ല. ഞാൻ ഇറങ്ങിപ്പോകാനേ പറ്റും. എനിക്ക് അങ്ങനെ ആൾ ചെയ്യിക്കാൻ പറ്റില്ല. അങ്ങനെ തോന്നിയിരുന്നോ? തോന്നി. ഞാൻ 20-ാം ദിവസം ഇറങ്ങിപ്പോകണമെന്ന് ബിഗ് ബോസിനോട് പറഞ്ഞു. ഞാൻ കരഞ്ഞില്ല. കരഞ്ഞ ദിവസം ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയൊക്കെയും കളിക്കും. എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ പരിപാടി. എനിക്ക് ഒരാളുടെ എൻ്റെ കൂടെ ഓട്ട മത്സരത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് അയാളുമായി ഓടി തോപ്പിക്കാം, അല്ലാതെ ഓടാൻ നിൽക്കുന്നവന് വയറുള്ള മരുന്ന് മേടിച്ച് കൊടുത്തിട്ട് ഞാൻ ജയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്നിട്ട് ഇത് ഗെയിമാണ്, ഞാൻ ജയിച്ചു, മറ്റവൻ വയറുള്ള ഇവിടെ കിടക്കുകയാണ്, അവൻ നല്ല ഓട്ടക്കാരനാണ്, നല്ല ഓട്ടക്കാരനെ ഓടി തോപ്പിക്കണ്ടേ? ഉസൈൻ ബോൾട്ടിനെ ഓടി തോപ്പിക്കുന്നവനല്ലേ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഓട്ടക്കാരനെന്ന് പറയത്തുള്ളൂ. തീർച്ചയായിട്ടും. അല്ലാതെ എൻ്റെ നാട്ടിലുള്ളൊരു മുടന്തനെ ഓടി തോപ്പിച്ചിട്ട് സോറി അത് പൊളിറ്റിക്കൽ കറക്റ്റ് അല്ലാതെങ്കിൽ ക്ഷമിക്കണം, അങ്ങനെ ഉദ്ദേശമല്ല. കാല് വയ്യാത്ത ഒരാളെ ഓടി തോപ്പിക്കുന്നൊരു കാര്യമില്ല. പറയൂ. ഇവിടെ എവിടെ കൺഫ്യൂഷൻ ഉള്ളൂ? ഇല്ല, അങ്ങനെ വിളിക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ എന്ത് തോന്നണം? ആ കൺഫ്യൂഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞാൽ നമ്മൾ ടാസ്ക് ഇടും മറ്റുമൊക്കെ പരിപാടി. എങ്കിലും ടെൻഷൻ അടിക്കുമോ? എന്തെങ്കിലും പറയാനുണ്ടാവുമോ? ഞാനിപ്പോൾ എൻ്റെ ഭയങ്കര വിഷയങ്ങൾ വന്ന 2 സന്ദർഭങ്ങളുണ്ടായിട്ടില്ലേ, മറ്റേ ജുനൈസ് ഹോട്ടലിലെ വിഷയം. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ പോവാണ്. ടെൻഷൻ അടിക്കാൻ തന്നെ അയ്യോ പിന്നെ ജുനൈസ് നീ പോയി മാപ്പ് പറയണ ഏടാ ഞാൻ ക്ഷമിച്ചടാ, ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, പല കാര്യത്തിനും ബിഗ് ബോസ് ഇങ്ങനെ വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ പല ആളുകൾ എന്തിനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ കൂടുതൽ ടാസ്കുകൾ അല്ലെങ്കിൽ വായിക്കാൻ ഇങ്ങനെ ഇപ്പം ഒരുപാട് 3 പേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്നെ ആയിരിക്കും വിളിക്കുന്നത്.
ചിലർ വായിച്ച് കുളമാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്കറിയാം കുറച്ച് ഇത് കാണും. ഈ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്കൊക്കെ ഇഷ്ടപ്പെടാനുള്ള കാരണം നമ്മളൊരു വ്യക്തി എന്താണെന്ന് ഓപ്പണായിട്ട് പറയാൻ കഴിയുന്നു അല്ലേ? അതെ അതെ, കൃത്യമായിട്ട് രജിസ്റ്ററാണ്. അഖിൽമാരാർ ഞാൻ കണ്ട ഒരു അഖിൽമാരല്ല അവിടെ പോയപ്പോൾ. ഞാൻ അഖിൽമാരാർ വേറൊരാളായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ അഖിൽമാരുടെ സ്വഭാവം മൊത്തം കണ്ടപ്പോൾ എനിക്കൊന്ന് ദേഷ്യവും തോന്നി, തിരിച്ചു വരുമ്പോൾ ഒന്ന് വഴക്കുണ്ടാകുന്നു. പക്ഷെ വിൻ ചെയ്ത് വന്നപ്പോൾ ഒന്നും പറയാനും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലേ, ആളായി മാറുവാണ് അവിടെ പോകുമ്പോൾ. അല്ല, അത് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. എൻ്റെ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർമാർക്ക് അറിയാം, എൻ്റെ കൂട്ടുകാർക്ക് അറിയാം. ഇപ്പം ജോയിച്ചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് യാത്ര പോകുന്ന എന്തിനാണ്? പുള്ളി 15 മണിക്കൂർ 16 മണിക്കൂർ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഇത്രയും സമയം ഞാൻ സംസാരിക്കുമ്പോഴും ഭയങ്കര തമാശ പറഞ്ഞ് സംസാരിക്കുന്നത്. ഞാൻ ടിപ്പിക്കലി ഞാൻ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. അത് മരണ വീട്ടിൽ പോയി ഞാൻ പറയും. എനിക്കതാണ് ഇഷ്ടം. കാരണം എന്തിനാടാ ദുഃഖിക്കുന്നത്? ജീവിതത്തിൽ എന്തിനു ദുഃഖിക്കുന്നത്? ഇപ്പോൾ നമുക്ക് ഇന്നല്ലേ എൻജോയ് ചെയ്യാൻ പറ്റൂ. നമുക്ക് നാളെക്കുറിച്ച് നമുക്കറിയില്ല. ഇന്നലകൾ കഴിഞ്ഞു. ഈ നിമിഷം സന്തോഷത്തോടെ ഇരിക്കുക. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുമ്പോഴത്തേക്ക് ആ സാധനമായിട്ട് കിട്ടത്തതുമില്ല. പണ്ട് ഞാനൊരു വണ്ടി കച്ചവടം, ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഞാനൊരു വണ്ടി കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടൊരു 3.5 ലക്ഷം രൂപ, അന്നൊരു 3000 രൂപ പോലും എനിക്ക് വിലയുള്ള സമയമാണ്. കടം പേടിച്ച് 3 ലക്ഷം രൂപ കൊണ്ട് കൊച്ചിയിൽ വണ്ടി എടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഇത് ബാങ്കിൻ്റെ ഫിനാൻസിൻ്റെ കുറച്ച് പ്രശ്നമോ വണ്ടിക്കൊണ്ടെന്നു. പക്ഷേ ഫിനാൻസ് ക്ലോസ് ചെയ്തതിൻ്റെ കുറേ പേപ്പറൊക്കെ ഇവർ നമ്മളെ കാണിച്ചു. നമ്മൾ അഡ്വാൻസ് ഇവർക്ക് കൊടുത്തു 25,000 രൂപ. അപ്പോൾ ഈ ബാലൻസ് പൈസയായിട്ട് ഇങ്ങനെ വരാൻ നിൽക്കുന്നുണ്ട്. ആ പൈസ നമ്മുടെ 3.25 ലക്ഷം രൂപ വണ്ടി 25,000 കൊടുത്ത് 3 എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ കൊട്ടാരക്കരയുള്ള ബ്രാഞ്ചിൽ കയറിയിട്ട് ഇത് ക്ലോസ് ചെയ്തോ ഇല്ലയെന്ന് ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ അവരോട് കയറി പേഴ്സണേജ് ഇവർ പറഞ്ഞു ഇല്ല, അതിപ്പോഴും 4 ലക്ഷം രൂപ പെൻഡിങ് ആണല്ലോ. അപ്പോഴത്തേക്കും ചേട്ടാ പറ്റിച്ചോ? അപ്പോൾ 25,000 രൂപ അന്ന് വലിയ പൈസയാണ്. അപ്പോൾ 25,000 രൂപ എന്നെ പറ്റിച്ചു. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് പറയാൻ പറഞ്ഞു പറ്റിച്ചാണെന്നുണ്ടെങ്കിൽ പണി ഞാൻ കൊടുക്കും, നേരെ ചെല്ലുക, വണ്ടി എടുത്തുണ്ടെങ്കിൽ പോരുക, ബാക്കി പൈസ നമ്മൾ കൊടുക്കുന്നില്ല, വണ്ടി എടുത്തുണ്ടെങ്കിൽ ഒരു 25,000 രൂപ തരുവാണെങ്കിൽ വണ്ടി കൊടുക്കാം. അപ്പോൾ അവർ നാളെ കൊച്ചിയൊക്കെ നമുക്കറിയത്തില്ല, നമ്മൾ എന്ത് ചെയ്തു വെച്ചാലെന്തോ വാ. എന്നിട്ട് ഇപ്പോൾ എൻ്റെ വണ്ടി അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചേക്കും. തിരിച്ചു വന്ന് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി വണ്ടി എടുത്തിട്ട് ഞാൻ മുണ്ടി ഇങ്ങനെ അഴിച്ച് മടക്കി കുത്തി കാറിനകത്തോട്ട് കയറിയത്. വണ്ടി ഇച്ചെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു പൈസ എന്ത് ചെയ്യും? അപ്പം അവർ പറഞ്ഞു പൈസ എത്തി. ഞാൻ പറഞ്ഞു പൈസ മുണ്ട് മടക്കി കുത്തിയപ്പോൾ അവിടെ വെച്ചു. മുണ്ട് പൈസ പിടിച്ചിട്ട് മുണ്ട് അഴിച്ച് മടക്കി കുത്തിയപ്പോൾ ഇത് സൈഡിലോട്ട് വെച്ചതാണ്. ഇത് വെച്ചത് അവിടെ അലൈൻമെൻറ്റ് ചെയ്യാൻ വെച്ചിരുന്ന വേറൊരു മാരുതിക്കാരൻ്റെ ബോണറ്റിനെ മണ്ടക്കോട്ടാണ്. അവിടെ ചെന്നപ്പോൾ പൈസയില്ല, കാറുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു 1.5 മണിക്കൂർ. ഇപ്പോൾ എൻ്റെ കൂടെ വന്നവന്മാരുടെ ശരീരം തളരുകയാണ്. കാര്യം അവരും നമുക്കൊന്ന് 21-27 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. അത്രയും വലിയ പൈസയല്ലേ ആ സമയത്ത്. ഞാൻ പറഞ്ഞാൽ പോയി. അപ്പോൾ അന്ന് എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് i20 കാറുണ്ട്. അത് വിറ്റാൽ ഒരു 3 ലക്ഷം രൂപ കിട്ടും. ബസ്സിലല്ലേ നടന്നത് ഇത്രയും കാലവും. ദൈവം ബസ്സിൽ നടക്കാനാണ് വിധിച്ചത്. നീ അളിയൊരു കാര്യം ചെയ്യും, ഇത് വിൽക്കി, കടം മേടിച്ച പൈസ കൊടുക്കും, കാര്യങ്ങൾ ക്ലോസ് ചെയ്യും എന്നാണ് എപ്പോഴും പറഞ്ഞത്. ഷെയർ മാർക്കറ്റിൽ ഒരു ദിവസം കൊണ്ട് ഒരു 3,80,000 രൂപ കൊണ്ട് കളഞ്ഞു. ഗുജറാത്ത് ഇലക്ഷനിൽ BJP ജയിക്കുമെന്ന്, അല്ല കോൺഗ്രസ് ജയിക്കുമെന്ന് വിചാരിച്ചിട്ട് പന്തായം വെച്ചില്ല. ഷെയർ മാർക്കറ്റിൽ ഞാൻ ട്രേഡ് ചെയ്തു. കാര്യം അന്നെന്താ സംഭവിക്കുക? BJP തോറ്റാൽ ഷെയർ മാർക്കറ്റ് ഇടിയും, ഭീകരമായിട്ട് ഇടിയും. കാരണം ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഉദയം ആരംഭിക്കുന്ന ഗുജറാത്തിൽ നിന്നാണ്. അപ്പം സ്വാഭാവികമായിട്ടും എൻ്റെ വിലയിരുത്തൽ, എൻ്റെ അനാലിസിസിൽ BJP തോക്കാൻ ഒരുപാട് കാരണങ്ങളും ഉണ്ടാകുന്ന അവിടെ. മോദിയല്ല വീണ്ടും മുഖ്യമന്ത്രിയാവാൻ പോകുന്നത്. GSTയുടെ പ്രശ്നങ്ങൾ, മറ്റ് പട്ടേൽ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ, മറ്റേ നമ്മുടെ പ്രവീൺ തൊഗാഡിയെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ തൊട്ട് ഭീകര പ്രശ്നങ്ങൾ. മാത്രമല്ല അവിടെ 38% വോട്ട് കോൺഗ്രസിന് ഉണ്ടെന്ന് താനും. ഒരു തിരിച്ചു വരാം. പക്ഷേ എൻ്റെ ചിന്ത എന്തെന്നറിയോ? 5 ലക്ഷം രൂപ അതിനകത്ത് കൊണ്ടിട്ടേക്കുന്നു. BJP തോറ്റാൽ എനിക്കൊരു 25 ലക്ഷം രൂപ തൊട്ട് 50 ലക്ഷം രൂപ പുല്ലുപോലെന്ന് വൈകിട്ട് കിട്ടും. മാർക്കറ്റ് ഇടിഞ്ഞാൽ എനിക്ക് അത്രയും പൈസ കിട്ടും. അങ്ങനെ ആദ്യം 80,000 രൂപ ലാഭമായി. കാര്യം ഇടയ്ക്കുന്ന് കോൺഗ്രസ് ഫ്രണ്ടി വന്നു. ഞാൻ വെച്ച് പരിപാടി സക്സസ് ആയി. അവർ അടാപടലം പോയി. പിന്നെ സെക്കൻഡുകൾക്കുള്ളിലാണ് മാറി മറിഞ്ഞതും പൈസ പോയതും. അപ്പോഴും ടെൻഷൻ അടിച്ചില്ല. അപ്പോഴും ഒരു 3 ലക്ഷം രൂപ കാർഷിക വായ്പ എടുത്തിട്ട്, കാർഷിക വായ്പയും അടച്ചിട്ടില്ല, ജപ്തിയായി കിടപ്പുണ്ട്. അതിനെ അടയ്ക്കാം. ഞാനൊന്നിലും ടെൻഷൻ അടിക്കില്ല. ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കത്തില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് എന്തിനായിരിക്കും? ഒന്നിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചില്ല. ഈവൻ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയി കിടന്ന സമയത്താലും കുട്ടിയാണ് ഒന്നിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് എപ്പോഴാണെന്നൊക്കെ ചോദിച്ചാൽ, ഇപ്പം എന്താ ഇപ്പോൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഓവറൊക്കെ എറിയാൻ വരുമ്പോൾ അളിയെ ജയിപ്പിക്കണേ എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ ഒരു ചെറിയ ടെൻഷനൊക്കെ വരും. കാര്യം ഇവന്മാരെല്ലാവരും നമ്മളെ വിശ്വസിക്കുകയാണല്ലോ. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലുള്ള കുറേ ആൾക്കാർ നമ്മളെ വിശ്വസിക്കുമ്പോഴാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത്. ഈ RSS ശാഖയിലായിരുന്നല്ലോ ആദ്യം. RSSുമായിട്ട് വലിയ കണക്ഷൻ ആയിരുന്നല്ലോ അല്ലേ കുട്ടിക്കാലത്ത്? +2 വരെ RSS ശാഖയിൽ പോയി. പിന്നെ എന്തുകൊണ്ടാണ് RSS വേണ്ടതെന്ന് തീരുമാനിച്ചത്? അന്ന് നമുക്കങ്ങനെ രാഷ്ട്രീയം വെച്ചിട്ടൊന്നുമില്ല. അമ്പലത്തിനകത്ത് കബഡികളി നടക്കും. കബഡികളിയും മറ്റു പരിപാടികളും ആക്ടിവിറ്റീസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ആ സമയത്തുള്ള ചിന്തകളിൽ നമ്മൾ അങ്ങനെ പോകാറുണ്ട്. അപ്പം പോയി പരിപാടിയിൽ പങ്കെടുക്കുന്നു, അങ്ങനെ സജീവമായിട്ട് നിൽക്കുന്നു. അപ്പം ഒരു രാഷ്ട്രരക്ഷാ സഞ്ചലനം എന്ന് പറഞ്ഞിട്ട് വലിയൊരു പരിപാടി അവിടെ നടക്കുന്നു. ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് അതിന് വേണ്ടിയിട്ട് കുറേ ഹോർഡിങ്സും കാര്യങ്ങളൊക്കെ അവനാണ് വരച്ചു കൊടുത്തത്. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയപ്പം അവർ പറഞ്ഞ 1-2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് എനിക്കൊട്ടും വർക്കായില്ല. അങ്ങനെയാണ് അന്ന് അവരുമായിട്ടുള്ള, പക്ഷേ എല്ലാവരോടും സൗഹൃദവും സ്നേഹമൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ ആ
പ്രവർത്തനമൊന്നുമില്ല. ഈ ശാഖയ്ക്ക് പോകുന്ന പരിപാടി അന്ന് അവസാനിപ്പിച്ചു. പിന്നീട് ഞാൻ പോകില്ല. പിന്നീട് പോയില്ല. പിന്നീട് കോൺഗ്രസിലേക്ക് നേരെ കയറും. പിന്നീട് അതൊക്കെ അപ്പോൾ അതിനുശേഷം ഞാൻ കോളേജിൽ പോയി. കോളേജിലൊന്നും എനിക്കൊരു രാഷ്ട്രീയമില്ല. ഞാൻ കോളേജിൽ അപ്പോൾ അത് എൻ്റെ ഫാത്തിമ കോളേജിൽ എൻ്റെ പഠിച്ച ആൾക്കാർക്ക് ചോദിച്ചാൽ മതി. എനിക്ക് ABVP ഇല്ല, SFI ഇല്ല, KSU ഇല്ല, ഒന്നുമില്ല, ഒരു പാർട്ടിയില്ല കോളേജിൽ. ഇപ്പോൾ ഏതാണ് ഇറങ്ങിയപ്പോഴും ഇല്ല. ഇപ്പം മനുഷ്യരുടെ കൂടാണ്. അങ്ങനെയല്ലോ അഖിൽമാരാർ പറയുന്നത്. അഖിൽമാരാർ കൃത്യമായിട്ട് പറയുന്ന ആളാണ്. പിന്നെ എന്താണ് ഇപ്പോൾ പാർട്ടി? അല്ല, എനിക്കുണ്ടോ? എനിക്ക് നിങ്ങൾക്കൊന്നും തോന്നുന്നുണ്ടോ? അഖിൽമാറിന് കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ ഭയങ്കര സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പോൾ കോൺഗ്രസിലില്ലേ? എവിടുന്ന്? ഇല്ല. എല്ലാവരുടെ സ്നേഹമാണ്. എന്നെ സുധാരേട്ടൻ വിളിച്ചിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ വിളിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ ഇപ്പോൾ BJPയിലും എനിക്ക് സൗഹൃദമുള്ള ആൾക്കാരുണ്ട്, കോൺഗ്രസിലും സൗഹൃദമുള്ള ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനെ വലിയ അടുപ്പമില്ലാത്തത് ഇടത്ത്. കാരണം ടിപ്പിക്കലി എൻ്റെ ചിന്തകൾ പലപ്പോഴും ഒരു ലെഫ്റ്റ് വിരുദ്ധമാണ്. പൊളിറ്റിക്കൽ ചിന്തകൾ കൂടുതലും ഒരു ലെഫ്റ്റ് വിരുദ്ധമാണ്. നമ്മൾ ഇനിയുള്ള കാലത്ത് നമ്മൾ അങ്ങനെ ഒരു ലെഫ്റ്റ് ചിന്തകളല്ല, കുറച്ചുകൂടെ പ്രോഗ്രസീവ് തോട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഓക്കെയാണ്. അല്ലാതൊക്കെ കൂടുതലും കുറച്ച് റൈറ്റ് വിങ് പക്ഷത്താണ് എൻ്റെ ചിന്തകൾ പലപ്പോഴും ചെന്ന് ലാൻഡ് ചെയ്യുന്നത്. വിശ്വാസമായാലും മറ്റു കാര്യങ്ങളായാലും ഒരു രാഷ്ട്രീയമില്ല കേട്ടോ. ഞാൻ ജനങ്ങളുടെ ശരികൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ജനങ്ങളുടെ ശരിക്കൊപ്പമാണോ രാഷ്ട്രീയ ഒരിക്കലുമല്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ശരികളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാർട്ടിയുടെ ഭാരവാഹിയായിട്ട് നിന്നിട്ട് ആ പാർട്ടിയുടെ ശരികൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്. അവിടെ പാർട്ടിയുടെ ശരിയും ജനങ്ങളുടെ ശരിയും രണ്ടും രണ്ടാണ്. ഈ ബിഗ് ബോസിനെ പോലെ ചിന്തിച്ചാൽ മതി. ബിഗ് ബോസിനകത്ത് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പുറത്തെ ജനങ്ങളുടെ ചിന്തകൾക്കൊപ്പമാണ് ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ട്. അവിടെ ഒരു പാളിച്ച പറ്റി. എന്തായിരുന്നു? മധുയുടെ വിഷയത്തിൽ. അയ്യോ, അതൊന്നും അറിഞ്ഞുകൊണ്ട് പറഞ്ഞല്ല. ആക്ച്വലി അത് വലിയ ചർച്ച. ഞാൻ അറിഞ്ഞു, ഭയങ്കര വിഷയം. അഖിൽമാരാർ ആ സമയത്തെല്ലാം ഔട്ടായി വന്നെങ്കിൽ നാട്ടുകാർ കൊന്നേനെ. നന്നായി. ഞാനൊരിക്കലും അന്ന് ഈ ആക്ച്വലി പുള്ളിയുടെ വിഷയത്തിലൊക്കെ ഞാൻ കവിത എഴുതുകയും സോൺറോയ് സാറിൻ്റെ അടുത്ത്, സോൺറോയ് സാർ ആദ്യം ഒരു 4 വരി കവിതയാണെന്ന് എഴുതുന്നത്. അപ്പം ഞാൻ സാറിനോട് പറയുന്നു, സാറേ ഇത് ഭയങ്കരമായ ഒരു വിഷയമാണ്, കവിത ഡീറ്റെയിൽ ചെയ്ത് എഴുതിക്കോളൂ, അത് പാട്ടാക്കി ചെയ്യണം. അങ്ങനെയാണ് ഫസ്റ്റ് സോഹൻ റോയി തൻ്റെ ഓഡിയോ സോങ് ആയിട്ട് ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റാണ് ആ സമയത്ത്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതെന്താ സംഭവിച്ചൊരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കവിടെ ഫുഡും കുന്തൊന്നുമില്ല. വളരെ 2 ചപ്പാത്തിയൊക്കെയാണ് നമ്മൾ ഒരു നേരം കഴിക്കുന്നത്. മാക്സിമം 2 ചപ്പാത്തി, ചിലപ്പോൾ 1.5 ചപ്പാത്തി. നല്ല ഫുഡ് കിട്ടാറില്ലേ? ഇല്ല. പപ്പടം പോലും ലക്ഷറി ആണെന്നേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് എത്ര പപ്പടമാണ് തരുന്നത്? 20 പപ്പടമാണ് തരുന്നത് ഒരാഴ്ചത്തേക്ക്. ഇത് കട്ട് ചെയ്ത് 4 പീസാക്കിയിട്ട് ഇല്ല നമ്മളില്ല എന്താ പറയുന്ന മുറുക്കൊക്കെ കഴിക്കുന്നതാണ് ചോറിൻ്റെ കൂടെ കഴിക്കുന്നത്. എനിക്ക് 11 കിലോ ചുമ്മാതാണ് കുറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് അത്ര ഭക്ഷണം റെയറായിട്ടുള്ള സ്ഥലത്ത് ലക്ഷറിയിൽ കിട്ടിയ ജാമ് 2 പ്രാവശ്യമല്ല. അപ്പോൾ മീശമാധവനാന്ന് പറഞ്ഞൊന്ന് അടിച്ചു പറ്റും. അപ്പം ഞാൻ ഇച്ചിരി സർക്കാസ്റ്റിക്കായിട്ട്, പണ്ടും ഒരു മനുഷ്യൻ താൻ വിശന്ന് വലഞ്ഞ് ഇച്ചിരി ഒരു ആഹാരം മോട്ടിച്ചപ്പം കുറേ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഈ മനുഷ്യനെ കൊന്നു. അതേ കണക്ക് ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന കുറേ ഭ്രാന്തന്മാരുണ്ട്. ഏതാ ഹൗസിനകത്ത് കുറേ. ഞാൻ ഇത് മധു എന്ന് പറയുന്ന മനുഷ്യനെ സപ്പോർട്ട് ചെയ്താണ് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചത്. അത് പുറത്ത് എങ്ങനെ പോയെന്ന് എനിക്കൊരു മനസ്സിലായതേ ഇല്ല. അതാ ഞാൻ സാഗറിനെ മധുവായിട്ട് കണ്ടപ്പോൾ സാഗർ ചെയ്യുന്ന ആക്ടിനെ കുറ്റപ്പെടുത്തി അല്ല ചെയ്തത്. ഭക്ഷണം എടുത്താൽ ഇവിടെ ഉള്ള ഭ്രാന്തന്മാരെ കൂടെ നിന്നെ തല്ലിക്കില്ല. അതായത് ഇവിടെ ഉള്ള ഭ്രാന്തന്മാരെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇവർക്ക് ആ ബോധമില്ലല്ലോ, അങ്ങനെ അർത്ഥത്തിലാണ് പറഞ്ഞത്. അത് വലിയ വിവാദമായി. അത് ഹൃദയത്തിൽ തട്ടി മാപ്പും പറയുന്നുണ്ട്. അത് അപ്പോഴും ഇപ്പോഴും ഒക്കെ അല്ല, അത് കൃത്യമായിട്ട് ലാലേട്ടൻ വന്നപ്പോൾ മാപ്പ് പറഞ്ഞു. അവിടെ ഒരു വിഷയം വീണ്ടും ഉണ്ടായി. ആ മാപ്പ് പറയുമ്പോഴും സാഗറുമായിട്ടുള്ളൊരു വിഷയം ഉണ്ടായി. അതിൻ്റെ ഒരു സ്റ്റിൽ നമുക്ക് കാണാം. ഇത് ഓർക്കുന്നുണ്ടോ? ബാഡ്ജ് കളഞ്ഞിട്ട് പോയി. ലാലേട്ടൻ ഒന്ന് ഷോ അവസാനിപ്പിച്ചിട്ട് ഇറങ്ങി. അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അത് അഖിൽമാരാരെന്നൊരു വ്യക്തിയെ കാരണമാണ് ഷോ അവസാനിപ്പിച്ചിട്ട് പോയത്. അല്ല, അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സാധാരണ ഇപ്പം ഞാൻ ഹൈദറും തമ്മിൽ ഇവിടെ വെച്ചൊരു പ്രശ്നം നടക്കുന്നു. ഞാൻ നിങ്ങളോട് പേഴ്സണലി വന്നിട്ട് പറയാം, ഹൈദരെ സോറി, നിങ്ങളോട് അല്ലല്ല, ഇത് നിങ്ങളെല്ലാവരും മുന്നിൽ വെച്ചാണ് എന്നെ അപമാനിച്ചത്, നിങ്ങൾ പബ്ലിക്കായിട്ട് സോറി പറയണം. സാധാരണ അങ്ങനെയാണ് സംഭവിക്കുന്നത്. കാരണം പേഴ്സണലി സോറി പറയുമ്പോൾ ആൾക്കാർക്ക് വർക്കാവില്ല. നിങ്ങൾ പബ്ലിക്കായിട്ട് പറയണം. പബ്ലിക്കായിട്ട് പറയുമ്പോഴാണല്ലോ ഒരാൾക്ക് നാണം. ഇത് ഞാൻ പബ്ലിക്കായിട്ടാണ് സോറി പറഞ്ഞത്. ഹൗസിൽ എല്ലാവരുടെ സോറി പറയുന്നു, ജനത്തിനോട് സോറി പറയുന്നു. പിന്നീട് സാഗർ കേട്ടിട്ടില്ല ഞാൻ അവനെ തെറി വിളിച്ചത്. ഒരാൾ കേൾക്കപ്പോൾ വേറൊരാൾ വന്നിട്ട് പറയുന്നത് ഞാൻ അതിലേട്ടൻ തെറി വിളിച്ചു. എന്ത് തെറി വിളിച്ചു? ഏത് തെറി വിളിച്ചു? ഇത് കേൾക്കാത്ത ഒരാൾ, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ക്യാപ്റ്റൻ ആകൂ, ഞാൻ ബാഡ്ജ് കെട്ടിക്കൊടുക്കാൻ സന്തോഷപൂർവ്വമാണ് പോകുന്നത് അല്ലേ? എനിക്ക് ഞാൻ വളരെ സന്തോഷമാണ്. അപ്പം അയാളത് സ്വീകരിക്കുക. സ്വീകരിച്ചതിന് ശേഷം ഹൗസിൽ ഫുൾ ടൈം ക്യാമറ ഓണാണല്ലോ, എപ്പോൾ വേണമെങ്കിലും സംസാരിക്കുമല്ലോ, അടുത്ത മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടല്ലോ. അല്ലാതെ ഈ നിമിഷം അലമ്പാക്കരുത്. കാരണം അതിന് ഞാൻ ഹൗസിൽ തന്നെ ഒരു ബെസ്റ്റ് ഉദാഹരണം പറഞ്ഞു. ഇപ്പം ഏഞ്ചലീനും മനീഷ് ചേച്ചിയുമായിട്ടൊരു ഇഷ്യൂ നടന്നു. ആ ഇഷ്യൂവിൽ രാത്രിയിൽ ഗോപികയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തോ മനീഷ് ചേച്ചി തമാശ രൂപയാണ് പറഞ്ഞത്. പക്ഷേ ഏഞ്ചലിനത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഏഞ്ചലിന് ആ രാത്രി പറയാതെ പിറ്റേ ദിവസത്തെ മോർണിംഗ് ടാസ്കിൽ ഇത് പറഞ്ഞപ്പോൾ അവളൊരു വാചകം കൂടെ ചേർത്തു. തലേന്ന് രാത്രി ഞാനിത് പറഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ ബർത്ത്ഡേ അലങ്കോലമായേനെ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന്. അതായത് 20 വയസ്സുള്ളൊരു കുട്ടി, അവൾക്ക് പലവിധ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവൾ ഭയങ്കര പൊട്ടിത്തെറികളൊക്കെ നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അവൾ പോലും അത്ര പക്വതയോടുകൂടി തൻ്റെ സുഹൃത്തിൻ്റെ ബർത്ത്ഡേ അലമ്പാക്കേണ്ട, അതുകൊണ്ട് അത് ചോദിക്കേണ്ട, അത് ഞാൻ പിറ്റേന്ന് ചോദിക്കാമെന്ന് വെച്ചു എന്ന് പറയുന്ന ഒരു പക്വതയുടെ പകുതി കാണിച്ചാൽ പോലായിരുന്നു ഇവർ. മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്
സാഗറിനെ ചെയ്താൽ പോരായിരുന്നു. അപ്പോൾ സാഗർ തന്നെ പിന്നീട് എന്നോട് വന്ന് പറഞ്ഞു കേട്ടോ, റൈസിങ് ഓഫ് അഖിൽമാർ ആർ സ്റ്റാർട്ടിങ് ഫ്രം ഇതാന്ന്. ഇതൊക്കെ ദൈവം വിധിച്ചാവാം അങ്ങനെ ഒരു മൊമെൻറ്റ് സംഭവിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുണ്ടായിരുന്ന വ്യക്തി ആരായിരിക്കും? എനിക്കോ ഉണ്ടായിരുന്നത് ഗെയിമിലായിട്ട് മൊമെൻറ്റുകളിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട്. അതായത് സാഹചര്യങ്ങളിൽ ദേഷ്യം വന്നിട്ടുണ്ട്, അല്ലാതെ വ്യക്തികളോട് എനിക്കൊരു അല്ല, ദേഷ്യം. വ്യക്തികളോടല്ല ഞാൻ ചോദിച്ചത്. ചില സമയത്ത് ശോഭയോട് ദേഷ്യം വന്നിട്ടുണ്ട്, ജുനൈസിനോട് ദേഷ്യം വന്നിട്ടുണ്ട്, സാഗറിനോട് ദേഷ്യം വന്നിട്ടുണ്ട്. ഇവരോടൊക്കെയാണ് ദേഷ്യം വന്നിട്ടുള്ളത്. വേറെ ആരോടും എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ദേഷ്യമൊന്നും വന്നിട്ടില്ല. സെറീനയോടും ദേഷ്യം വന്നിട്ടുണ്ട് ഗംഭീരമായിട്ട്. സെറീനയോടും കാരണം സെറീനയൊക്കെ നമ്മൾ എന്താണ് ഒരാൾ പറഞ്ഞതെന്ന് പോലും മനസ്സിലാക്കാണ്ടാണ് വന്ന് റിയാക്ട് ചെയ്തത്. അവളും അതും കാണാത്ത കാര്യം. സെറീനെ വന്ന് തർക്കിക്കുന്ന വിഷയം പോലും സെറീനെ കണ്ടിട്ടില്ല. അതൊക്കെയാണ് അവരുടെ പ്രശ്നം. അഖിൽമാരാർ ഇവിടെ നിന്ന് ഇപ്പം കുറേ പേര് ഔട്ടായല്ലോ. ഈ 5 പേരിൽ ഒരാൾ വേണമെന്ന് അഖിൽമാരാരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തി ആരായിരുന്നു? വിഷ്ണു 100%. വിഷ്ണു ഉറപ്പ്. വിഷ്ണു ആണ് ഫസ്റ്റ്. റിനോഷ് ഉണ്ടാവണമായിരുന്നു. വിഷ്ണു മലയാളം സീസൺ 5-ന്റെ ആദ്യ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട അഖിൽമാരാർക്ക് അഭിനന്ദനങ്ങൾ. താങ്ക് യു ബിഗ് ബോസ്. ആ നിമിഷം എങ്ങനെ ഓർക്കുന്നു? ആ മൊമെൻ്റാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഹാപ്പിനെസ് ആദ്യം ഫീൽ ചെയ്ത മൊമെൻ്റ് എന്ന് പറയുന്നത്. കാരണം ഫസ്റ്റ് ക്യാപ്റ്റൻ ആകുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഇമ്പാക്റ്റ് പുറത്തേക്ക് വരും. പിന്നെ ആ ടാസ്ക് അതൊരു സ്കിൽഡ് ടാസ്ക്കാണ്. ഇപ്പം നമ്മളില്ല എന്താ പറയുക, ബാക്കിയുള്ള പല ടാസ്കും ശ്രദ്ധിച്ചാൽ മറ്റുള്ളവരെ സപ്പോർട്ടോടുകൂടി ജയിക്കേണ്ട ടാസ്കുകളൊക്കെയാണ് പലർക്കും. എനിക്ക് കിട്ടിയ 2 ക്യാപ്റ്റൻസി ടാസ്കിൻ്റെയും പ്രത്യേകത നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരുന്നു. അത് കാഴ്ചക്കാർക്ക് ഭയങ്കര രസമുള്ള ടാസ്ക്കുമായിരുന്നു, അല്ലെങ്കിൽ ഒരാളെ സ്കില്ല് കാണിക്കാൻ പറ്റുന്നൊരു ടാസ്ക്കുമായിരുന്നു. അപ്പം ആ ടാസ്കിൽ വിൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി തോന്നി. ആൾക്കാർക്ക് ഞാൻ വർക്കായി തുടങ്ങും, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും. അതെനിക്ക് ഗംഭീര മൊമെൻ്റ് ആയിരുന്നു. ആളുകൾ സ്വീകരിച്ചു തുടങ്ങിയെന്ന് തോന്നിയ മൂവ്മെന്റ് അവിടെ വെച്ചായിരിക്കും. അതായത് ക്യാപ്റ്റൻസിയിൽ ഞാൻ എടുത്തപ്പോഴും ഞാനങ്ങനെ ഭയങ്കര ഓവർ എക്സ്പോസ്ഡ് ആയിട്ടൊന്നും എൻ്റെ ഇമോഷൻസ് കാണിക്കുന്ന ഒരാളല്ല. ജസ്റ്റ് ലൈക്ക് ധോണി. എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മനുഷ്യൻ ധോണിയാണ്. അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തെ പോലെ തന്നെ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം മനുഷ്യൻ വേൾഡ് കപ്പ് കിട്ടുമ്പോഴും എടുത്ത് വേറെ കൊടുക്കുന്ന സുഖമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അവിടെ ആ മൊമെൻറ്റിൽ ഞാൻ അതിൻ്റെ സന്തോഷം പങ്കുവച്ചപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു തുടങ്ങി, വർക്കാകും, മുന്നോട്ട് പോകും. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള നിമിഷമായിരുന്നു. അത് മാത്രമല്ല, എൻ്റെ തോട്ട് പ്രോസസ്സും വർക്കായി, അല്ലെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ചോദിച്ചു. കാരണം ഞാനും നാദരയും തമ്മിൽ നടക്കുന്ന ഫസ്റ്റ് ടാസ്ക് ഉണ്ടല്ലോ, കട്ടയുടെ ടാസ്ക്. ഈ കട്ട ടാസ്കിൽ നാദർ ആക്ച്വലി സേഫ് സോണിൽ നിൽക്കുകയാണ്. അവിടെ ഞാനാണ് മറ്റേ ഗ്രനേഡ് കിട്ടിയിട്ട് നോമിനേഷനിൽ കിടക്കുന്ന ആളാണ്. ഞാൻ ചെയ്യേണ്ടത് ഈ നീലക്കട്ട പറക്കി കൊണ്ടുവന്ന് എങ്ങനെങ്കിലും നാദരെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. എനിക്ക് നാദരെ തോൽപ്പിച്ചാൽ മതി, എനിക്ക് വേറെ ഒരു ടീമിനെ തോൽപ്പിക്കേണ്ട. പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിച്ചു, വേണ്ട, ഇവിടെ അങ്ങോട്ട് ഇത് ഞാനും അവളും ഒരു ടീമാണ്. എൻ്റെ ടീമിൽ നിൽക്കുന്ന ഒരാളെയാണോ ഞാൻ പരാജയപ്പെടുത്തേണ്ടത്? ഞാൻ പരാജയപ്പെടുന്നത് എൻ്റെ എതിർ ടീമിനെയാണ്. അവിടെ ഞാനെന്ന് പറയുന്ന മനുഷ്യൻ സ്വാർത്ഥനായി കഴിഞ്ഞാൽ എനിക്ക് നാദരെ പരാജയപ്പെടുത്തി എന്നെക്കുറിച്ച് മാത്രം എനിക്ക് ചിന്തിക്കാം. പക്ഷേ ഞാൻ ചിന്തിച്ചത് എൻ്റെ ടീം ജയിക്കുക, നാദര ജയിച്ചോട്ടെ. അപ്പോൾ ടീം ജയിക്കണമെങ്കിൽ ഒറ്റ ഓപ്ഷൻ എൻ്റെ മുന്നിലുള്ളൂ, ഞാൻ തോറ്റു കൊടുക്കുക. കാരണം അല്ലെങ്കിൽ നാദര എന്ത് ചെയ്യും? നീലക്കട്ട എടുത്ത് തട്ടിക്കളയും, അവളുടെ കട്ട അവൾ കയറ്റി വയ്ക്കും. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, നാദര, എന്തെങ്കിലും കാരണവശാൽ നമ്മൾ അടുക്കി കൊണ്ടുവയ്ക്കുന്ന കട്ടയിൽ നീലക്കട്ട കുറവാണെങ്കിൽ ഉറപ്പായും അപ്പുറത്തുനിന്ന് ആരെങ്കിലും കയ്യിൽ നിന്ന് മേടിച്ച് നീ സേഫായിട്ട് നിന്നോണം, നമ്മൾ ജയിക്കണം. അങ്ങനെ എടുത്ത എൻ്റെ തീരുമാനത്തിലൂടെയാണ് ആ ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം വിട്ടുകൊടുത്ത ഒരു മനുഷ്യനെ ദൈവം കണ്ടല്ലോ. ആ ക്യാപ്റ്റൻസി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? നോമിനേഷൻ ഫ്രീ ആയി. അപ്പം ആരുടെയും സഹായമില്ലാതെ എൻ്റെ ശരിയായ ചിന്തകളിലൂടെ, എൻ്റെ നല്ല ചിന്തകളിലൂടെ തന്നെ മുന്നോട്ട് പോയപ്പോൾ കർമ്മണ്യവാധികാരസ്യേമ ഫലേഷു കഥാചന എന്ന് പറയുന്ന സംഭവം എനിക്ക് വർക്കായി. ലാലേട്ടൻ കൈകൾ 2 പിടിച്ചിരിക്കുകയാണ്. ഏത് പൊക്കുമെന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു? ഉറപ്പായിരുന്നു മനസ്സിൽ? ഉറപ്പായിരുന്നു, ഒരു ഭയമില്ലായിരുന്നു. പക്ഷെ പുറത്തിറങ്ങിയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞു. ഞാൻ ജയിക്കരുതെന്ന് ഭയങ്കരമായ പ്ലാനുകളും കളികളും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് നടന്നിരുന്നു എന്നൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞു. വളരെ സീരിയസ് വിഷയങ്ങൾ. ആരാണ് എൻ്റെ പിന്നിൽ? അതൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെയാണ്. അതൊക്കെ പറയുമ്പോ എല്ലാം പറഞ്ഞു പോകാൻ. അല്ല, അത് പിന്നെ വേണ്ട, അത് പറയാതെ പറയണം. അതുകൊണ്ടാണ് ഇത്രയും ഹ്യൂജ് വോട്ട് വന്നത് കൊണ്ടാണ് അതിനകത്ത് നമ്മൾ ജയിച്ചത്. എന്നിട്ടും പിന്നിൽ കിടന്ന് കളിച്ചു. അതായത് ഇതിനകത്ത് കുറേ റോബോട്ടിക് വോട്ടുകളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വരികയും അത് അങ്ങനെ കുറെ കളികൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ആരാണ് അങ്ങനെ വോട്ടിംഗ് ചെയ്യാനുള്ള കളിക്കുന്നത്? അതൊക്കെ നടന്നു. അത് പോട്ടെ, ഞാൻ പറഞ്ഞത് ജസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം, അതായത് എൻ്റെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് ഞാൻ ജനത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. തീർച്ചയായും ഞാൻ ഓഡിയൻസ് എനിക്ക് വേണ്ടി തന്നെ വോട്ട് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഞാൻ പറയുന്നുണ്ട് ഹൗസിനകത്തിരുന്നുണ്ട്, എനിക്ക് വോട്ട് വേരിയേഷൻ പോലും ഭയങ്കരമായ ഒരു വേരിയേഷനിലായിരിക്കും ഞാൻ ജയിക്കുന്നതെന്നൊക്കെ ഞാൻ അത് പറയുന്നത്. ഇതൊക്കെ അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കണ്ടന്റുകളിലാണ് എനിക്ക് തരുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പം പക്ഷേ ഞാൻ പുറത്തിറങ്ങിയപ്പം അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പോലും അവിടെ ഇരുന്നിട്ട് അവർക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് അവരിൽ കാണുന്നില്ല ഞാൻ അവിടെ നിൽക്കുമ്പോഴും.
ഞാൻ കരുതി ഒരു പക്ഷേ അവരുടെ അമിതമായിട്ടുള്ള ഒരു സന്തോഷം കൊണ്ട് അവരുടെ ഫേസ് അത്രയും ഡള്ളായിട്ടിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പുറത്തിറങ്ങി കുറേ കാര്യങ്ങൾ അറിഞ്ഞപ്പം കുറേ പ്രശ്നങ്ങൾ നടന്നിരുന്നു, കുറേ കാര്യങ്ങൾ ഒരു ബാഹ്യ ഇടപെടൽ നടന്നിരുന്നു, കുറേ ഞാൻ ഈ ബാഹ്യ ഇടപെടൽ എവിടെയാണ്? ഏഷ്യാനെറ്റിൽ നടക്കും? എല്ലായിടത്തും വലിയ തലത്തിലൊക്കെ നടന്നിരുന്നു. അല്ല, ഏഷ്യാനെറ്റിലും മന്ത്രിതലത്തിൽ വരെ നടന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അതിന് പേരൊന്നും ചോദിക്കരുത്, അത്രയും മാത്രം, ജസ്റ്റ് ഒരു സൂചന മാത്രം, അത്രയും മതി. അല്ല, ഞാൻ ചോദിക്കുന്നത് അഖില് പറയുന്ന ഒരാളാണ്, അല്ല, അത് പറയാതെ പോകുന്നതല്ല മോശം. അല്ല, അഖിലിന് എന്തിനും തന്റേടമുള്ള ആളെന്നാണ്. ഞാൻ തോറ്റിരുന്നെങ്കിൽ ഞാൻ എന്തും പറയാൻ തന്റേടമുള്ള ആളെന്നാണ്. അതല്ല, ആ തന്റെ അതിന്റെ അപ്പൊ അഖിൽ പറയണം. അതിന് അഖിലിന് ഇത്രയും മാത്രം ഏഷ്യാനെറ്റിൽ ഇടപെടൽ നടക്കും. അതുകൊണ്ടല്ല, ഏഷ്യാനെറ്റിലാണ് ബിഗ് ബോസിൽ പോയത്. അപ്പൊ ഏഷ്യാനെറ്റ് ഇടപെടൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഏഷ്യാനെറ്റിനെ ചോദിച്ചു. അതല്ല, ഈവൻ എന്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ല, ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയാണെന്ന് വെച്ചപ്പോൾ അതുവരെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഏഷ്യാനെറ്റിനുള്ളില് ഏഷ്യാനെറ്റിലേക്ക് വരെ ഇടപെടൽ നടന്നു. അത് അങ്ങനെ ഇടപെട്ടെങ്കിൽ ഇപ്പൊ റോബിൻ പറയുന്ന പോലെയാവും, ഏഷ്യാനെറ്റ് കുറ്റം പറയുന്ന പോലെയാവും. അപ്പൊ അത് ആളെ പറയുന്നത് നല്ലത് ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലല്ല, അങ്ങനല്ല, ഞാൻ പറഞ്ഞതല്ല. ഇത് ബാഹ്യ, അതായത് ഏഷ്യാനെറ്റിലേക്ക് വിളിച്ചിട്ട് പുറത്തുനിന്ന്, ഏഷ്യാനെറ്റിനകത്തുനിന്നുള്ള ഇടപെടൽ എന്നല്ല ഞാൻ പറഞ്ഞു, പുറത്തുനിന്ന് ഞാൻ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലർ കളിച്ചിരുന്നു, ഞാൻ ജയിക്കരുത് എന്ന് ആഗ്രഹിച്ച് ചില ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിരുന്നു. മന്ത്രിതലത്തിൽ വെച്ചാൽ അതുവരെ ഉണ്ടായിട്ടുണ്ട്.